الله وبركاته. الحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وأصحابه أجمعين. അല്ലാമ സഫിയുർ റഹ്മാൻ അൽ മുബാറക് ഫൂരി റഹിമഹുല്ല നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലമയുടെ സീറ ചരിത്രം വിശദീകരിച്ച് വിവരിച്ചുകൊണ്ട് പറയുന്ന അദ്ദേഹത്തിൻ്റെ മുബാറക്കായ അർ റഹീഖുൽ മഖ്തൂം എന്ന് പറയുന്ന കിതാബിൻ്റെ സദസ്സിലാണ് നമ്മളുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് അത് ഏതൊക്കെ നിലക്ക് മടക്കാനും തടസ്സം സൃഷ്ടിക്കാനും അതിൻ്റെ മുളയിൽ തന്നെ നുള്ളി നശിപ്പിക്കാനും ശത്രുക്കളായ ആളുകൾ അവരാൽ കഴിയുന്ന പല മാർഗങ്ങളും അവർ സ്വീകരിച്ചു. തടസ്സവാദങ്ങളും പരിഹാസവും ചീത്തവിളിക്കലും ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കലുമൊക്കെ അവർ ചെയ്തു നോക്കി. ഇതൊക്കെ ഈ പറയുന്ന മാർഗങ്ങളൊക്കെ അവർ തടസ്സവാദങ്ങളൊക്കെ ചെയ്തതോടുകൂടെ ദിനം പ്രതി ഇസ്ലാമിലേക്ക് ആളുകൾ കടന്നു വരാൻ തുടങ്ങി എന്നുള്ളതാണ് സത്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദഅവത്ത് സ്വീകരിക്കാൻ വേണ്ടി ആളുകൾ ദിനം പ്രതി ഒന്നും രണ്ടുമായി സ്ത്രീകളും പുരുഷന്മാരുമായി സമൂഹത്തിലുള്ള പല മേഖലകളിലുമുള്ള ആളുകൾ കടന്നു വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ പിന്നെ മുശ്രിക്കീങ്ങളായ ആളുകൾ അവരുടെ ഈ പറയുന്ന കുതന്ത്രങ്ങൾ, ഈ പറയുന്ന പരിഹാസങ്ങൾ, ചീത്തവിളിക്കൽ, ആശയക്കുഴപ്പങ്ങൾ സൃഷ്ടിക്കൽ അത് മതിയാകാതെ വന്നപ്പോൾ മുസ്ലിമീങ്ങളായ ആളുകളെ ശാരീരികമായി ആക്രമിക്കാനും ഉപദ്രവിക്കാനും അവർ തുടങ്ങി. മുസ്ലിമീങ്ങളെ ശാരീരികമായി ആക്രമിക്കാനും ഉപദ്രവിക്കാനും അവർ തുടങ്ങി. ഷെയ്ഖ് റഹിമഹുല്ല ആ ഭാഗത്ത് അല്പം വിശദീകരിക്കുകയാണ്. അൽ ഇൽത്തിഹാദാത്ത്, ഉപദ്രവങ്ങൾ, ആക്രമണങ്ങൾ, പീഡിപ്പിക്കൽ. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ആദ്യ കാലഘട്ടങ്ങളിലും ഈ കാലഘട്ടങ്ങളിലൊക്കെ സ്വീകരിക്കുന്ന രീതികൾ ഒന്ന് തന്നെയാണ്. അമലൽ മുശ്രികൂന അൽ അസാലിബ് അല്ലത്തി ദക്കർനാഹ ഷൈഅൻ ഫഷൈഅൻ. മുമ്പ് നമ്മൾ കേട്ട ഷെയ്ഖ് റഹിമഹുല്ല ഇതിൽ പറഞ്ഞ ആ പറയുന്ന കാര്യങ്ങൾ, ആശയക്കുഴപ്പങ്ങൾ, പരിഹാസങ്ങൾ, ചീത്തവിളികൾ, തടസ്സവാദങ്ങൾ, സംശയങ്ങളുണ്ടാക്കൽ, ആളുകൾക്ക് ജനിപ്പിക്കൽ പോലത്തെ കാര്യങ്ങൾ അവർ ചെയ്തു ഘട്ടം ഘട്ടമായിട്ട്. ലി ഇഹ്ബാത്തി ദഅവത്തി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഈ ദഅവത്തിനെ തകർക്കാൻ വേണ്ടി. ബഅദ ളുഹൂരിഹ ഫി ബിദായത്തി അസ്സനത്തി അറാബിഅത്തി മിനൻ നുബുവ, നുബുവത്തിൻ്റെ 4ാമത്തെ വർഷത്തിൽ ദഅവത്ത് ദിനം പ്രതി വിജയിക്കുകയാണ്, ആളുകൾ കടന്നു വരികയാണ്. അങ്ങനെയായപ്പോൾ പിന്നെ നുബുവത്തിൻ്റെ ഏകദേശം 4ാമത്തെ വർഷത്തിൻ്റെ ആരംഭം മുതൽ അവർ മറ്റ് രീതി, ഈ പറയുന്ന ആക്രമണത്തിൻ്റെ രീതി സ്വീകരിക്കുകയാണ്. വമലത്ത് അലാ ദാലിക അസാബിഉ ശുഹൂറുൻ, ആഴ്ചകൾ മാസങ്ങൾ കഴിഞ്ഞുപോയി. വഹും മുഖ്തസിറൂന അലാ ഹാദിഹിൽ അസാലിബി, ദഅവത്ത് അത് പരസ്യമായി തുടങ്ങിയതിൻ്റെ ശേഷം ഈ രീതിയിൽ അവരങ്ങനെ തുടർന്നു. ശാരീരികമായ ആക്രമണം ഇല്ലാതെ. ലാ യതജാവസൂനഹ ഇലാ ത്വരീഖിൽ ഇൽത്തിഹാദി വത്തഅദീബി, ശിക്ഷിക്ക്, പീഡിപ്പിക്ക്, ആ രീതി ആദ്യഘട്ടങ്ങളിൽ അവർ സ്വീകരിച്ചിട്ടില്ലായിരുന്നു. വലാകിന്നഹും ലമ്മാ റഔ, പക്ഷേ അവർ കാണുകയാണ്, അന്ന ഹാദിഹിൽ അസാലീബ ലം തുജിദ് നഫഅൻ ഫി ഇഹ്ബാത്തി ദഅവത്തിൽ ഇസ്ലാമിയ്യത്തി, ഇസ്ലാമികമായ ഈ ദഅവത്തിനെ തകർക്കാൻ, അതിനെ നശിപ്പിക്കാൻ നമ്മൾ ഇപ്പോൾ സ്വീകരിക്കുന്ന ഈ മാർഗങ്ങൾ അത് പോരാ എന്ന് അവർക്ക് മനസ്സിലാക്കുകയാണ്. അപ്പോൾ ഇസ്തശാറു ഫീമാ ബൈനഹും, അവർ കൂടിയാലോചന നടത്തി എന്ത് പരിഹാരമാണ് ഈ പറയുന്ന ഈ പ്രബോധനത്തിന് പിടിച്ചുകെട്ടാൻ, ആളുകൾ ഇത് സ്വീകരിക്കുന്നത് തടയാൻ എന്താണ് ഇനി നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഫഖററു അൽ ഖിയാമ ബിതഅദീബിൽ മുസ്ലിമീൻ വഫിത്നതിഹിം അൻ ദീനിഹിം, ഇസ്ലാം സ്വീകരിച്ച ആളുകളെ ശിക്ഷിക്കണം, പീഡിപ്പിക്കണം, അവരെ ശാരീരികമായിട്ട് തന്നെ അവരെ പീഡിപ്പിക്കണം, അവരുടെ ദീനിൽ നിന്ന് പിന്മാറാൻ വേണ്ടി പരീക്ഷണങ്ങൾ അഴിച്ചുവിടണം എന്നവർ തീരുമാനിച്ചു. ഫഅഖദ കുല്ലു റഈസിൻ യുഅദ്ദിബു മൻ ദാന മിൻ ഖബീലതിഹി മൻ ദാന മിൻ ഖബീലതിഹി ബിൽ ഇസ്ലാം. അപ്പോൾ ഓരോ ഗ്രാമമുഖ്യന്മാരും ഗോത്ര തലവന്മാരും അവരുടെ ഗോത്രത്തിൽ നിന്ന് ഇസ്ലാം സ്വീകരിച്ച ആളുകൾ ആരാണോ അവരെ പീഡിപ്പിക്കാനും ശാരീരികമായിട്ട് ആക്രമിക്കാനും ഉപദ്രവിക്കാനും തുടങ്ങി. കുല്ലു സയ്യിദിൻ അലാ മൻ ഇഖ്താറ മിൻ അബീദിഹി ത്വരീഖൽ ഈമാൻ, പ്രത്യേകിച്ച് പാവങ്ങളായ ആളുകളെ,
ഓരോരോ കുടുംബങ്ങൾ ഓരോ ആളുകളുടെ കീഴിലുള്ള അടിമകളായ സ്ത്രീകൾ പുരുഷന്മാർ ഇസ്ലാം സ്വീകരിച്ചവർ, പ്രത്യേകിച്ച് അങ്ങനെ കഴിയുള്ളൂ. കുടുംബത്തിൽ സ്വാധീനമില്ലാത്ത, സമൂഹത്തിൽ പേരും പ്രശസ്തിയും അംഗീകാരവുമില്ലാത്ത അബലരായ നിസ്സഹായരായ ആളുകളെയാണ് ശത്രുക്കൾ ആദ്യം നോട്ടമിടുക, അവരിലാണ് കൈവെക്കുക. കാരണം സാമൂഹികമായിട്ടോ സാമ്പത്തികമായിട്ടോ ഭൗതികമായിട്ടൊക്കെ കഴിവും പ്രാപ്തിയും സ്വാധീനവും ശക്തിയുമുള്ള ആളുകളെ മേത്ത് കൈവച്ചാൽ തിരിച്ചിങ്ങോട്ടും വെക്കും. നേരെ മറിച്ച് നിസ്സഹായരായ ബലഹീനരായ ആളുകളെ എന്തെങ്കിലും ചെയ്താൽ തിരിച്ചു കിട്ടൂല, പകരമുണ്ടാകൂല, കഴിയുന്നത് ചെയ്യാൻ കഴിയും. അപ്പോൾ അവരുടെ കുടുംബങ്ങളിൽ വെച്ച് ഇസ്ലാം സ്വീകരിച്ച അടിമകളുണ്ടായിരുന്നു, സ്ത്രീകളുണ്ടായിരുന്നു, അതിൽ പുരുഷന്മാരുണ്ടായിരുന്നു. അവരെന്തെങ്കിലും ചെയ്തു എന്നുണ്ടെങ്കിൽ തിരിച്ചു ചെയ്യാനോ പകരം ചോദിക്കാനോ ആരും ഉണ്ടാവുകയില്ല. അപ്പം അവരെ ഇവർ ആക്രമിക്കാൻ തുടങ്ങി. പല നിലക്കും അവരെ പീഡിപ്പിക്കാനും അവരുടെ അക്രമങ്ങൾ കൊണ്ട് ചാടി വീഴാനൊക്കെ തുടങ്ങി എന്നർത്ഥം. വക്കാനമിനത്വബിഴി, സ്വാഭാവികമായിട്ടും അൻ യുഹർവിലൽ അദ്നാബു വൽ ഔബാഷു ഖൽഫ സാദാത്തിഹിം വ കുബറായിഹിം, ഗ്രാമത്തിൽ സമൂഹത്തിൽ പേരും പ്രശസ്തിയുമുള്ള നേതൃത്വമുള്ള ആളുകൾ ചെയ്യുമ്പോൾ സാധാരണക്കാരായ ആളുകൾ, അതേപോലെ തന്നെ നമ്മളെ നാട്ടിലൊക്കെ പറയുന്നത് പോലെ തെരുവ് പിള്ളേരി എന്ന് പറയുന്ന സമൂഹത്തിൽ നിലയും വിലയുമില്ലാത്ത ആളുകൾ, മറ്റുള്ളവരുടെ വാലാട്ടികളായ ആളുകൾ, അവരൊക്കെ ഈ പറയുന്ന നേതാക്കന്മാരുടെ പിന്നിൽ ഓടാൻ തുടങ്ങി. അവരെന്താ ചെയ്യുന്നു അതുപോലെ ചെയ്യാനും, അവരെന്താണ് പറയുന്നു അത് നടപ്പാക്കാനും ഈ പറയുന്ന ആളുകൾ, വാലാട്ടികളായ ആളുകൾ, അതല്ലെങ്കിൽ വാലികളായ ആളുകൾ എന്നൊക്കെ നമ്മുടെ ഭാഷയിൽ പറയുന്ന ഈ പറയുന്ന സാധാരണക്കാരായ പാവങ്ങളായ ആളുകൾ, ഉന്നതന്മാരായ സ്വാധീനമുള്ള പ്രാധാന്യമുള്ള ആളുകളുടെ പിന്നിൽ ഓടാൻ തുടങ്ങി. വയതഹറക്കു ഹസ്ബ മർലാത്തിഹിം വ അഹ്വാഇഹിം, പ്രമുഖരായ നേതൃത്വത്തിലുള്ള ആളുകൾ എന്താണോ തൃപ്തി, അവരുടെ ഇഷ്ടമെന്താ, അവരുടെ ഇച്ഛ എന്താണോ അതിനനുസരിച്ച് ഇവരും ചലിക്കാൻ തുടങ്ങി. ഫജറു അലൽ മുസ്ലിമീൻ, അങ്ങനെ മുസ്ലിമീങ്ങളായ ആളുകളുടെ മേൽ ഇവർ വലിച്ചിട്ടു. വലാസിയമ അൽദുഅഫാഇ മിൻഹും, പ്രത്യേകിച്ച് മുസ്ലിമീങ്ങൾ ബലഹീനരായ ആളുകളിൽ, വൈലാത്തിൻ, പല ജാതി വിപത്തുകളും ദുരിതങ്ങളും, തഖ്ശഇറു മിൻഹൽ ജുലൂദ്, അത് കേട്ടാൽ അവർ ചെയ്തിരുന്ന മുസ്ലിമീങ്ങൾ അവരെ പീഡിപ്പിച്ചിരുന്ന ഈ കാര്യങ്ങൾ, മുസ്ലിമീങ്ങളിൽ അവർ വലിച്ചിട്ടിരുന്ന ഈ ദുരിതങ്ങൾ കേട്ടാൽ മനുഷ്യന്മാരുടെ രോമം എടുത്തു പിടിക്കും. ആ നിലക്കുള്ള പീഡനങ്ങൾ. വഅഖദൂഹും ബിനിഖ്മാത്തിൻ തതഫത്തറു ലിസമാഇഹാ അൽഖുലൂബ്, മനുഷ്യ മനസ്സുകൾക്ക് കേൾക്കാൻ കഴിയാത്ത ആ പറയുന്ന ശിക്ഷാമുറകളും പീഡനങ്ങളും കേട്ടാൽ മനസ്സ് പൊട്ടിത്തകരുന്ന നിലക്കുള്ള ദുരിതങ്ങൾ ഇവർ, ഈ പാവങ്ങളായ ബലഹീനരായ പ്രത്യേകിച്ച് മുസ്ലിമീങ്ങളിൽ ഇവർ ചെയ്തുകൂട്ടി. ഇന്നും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അഹങ്കാരികളായ ധിക്കാരികളായ ആളുകൾ ബലഹീനരായ മനുഷ്യരെ ചെയ്യുന്ന ശിക്ഷകളും ദുരിതങ്ങളും കേട്ടാൽ മനസ്സ് പൊട്ടിപ്പോകും, രോമം എടുത്തു പിടിക്കും. കാന അബൂജഹലിൻ, ഈ പറയുന്ന മുശ്രിക്കീങ്ങളിൽ പ്രമുഖനായിരുന്ന അബൂജഹലായിരുന്നു, ഇദാ സമിഅ ബിറജുലിൻ ഖദ് അസ്ലമ, മുസ്ലിമായ ഒരു മനുഷ്യനെ കുറിച്ച് അവൻ കേട്ടാൽ, ലഹു ഷറഫുൻ വ മൻഅത്തുൻ, അദ്ദേഹത്തിന് സമൂഹത്തിൽ പേരും പ്രശസ്തിയുള്ള ആളാണ്, അങ്ങനത്തെ ആരെങ്കിലും ഇസ്ലാമിലേക്ക് വന്നത് കേട്ടാൽ, അന്നബഹു വ അഖ്സാഹു, ആ മനുഷ്യനെ വഷളാക്കാനും ആ മനുഷ്യനെ മറ്റുള്ളവരുടെ മുന്നിൽ വില കുറച്ച് കാണിക്കാനും എന്തൊക്കെ കയ്യാന്നുള്ള നിലക്ക് വാക്കുകൾ കൊണ്ട്, സമൂഹത്തിൽ പേരും പ്രശസ്തിയും അംഗീകാരമൊക്കെ ഉള്ള ഒരാൾ ഇസ്ലാമിലേക്ക് വന്നാൽ ശാരീരികമായിട്ട് ചെയ്യാൻ കഴിയൂല. വഔഅദഹു ബിഇബ്ലാഗിൽ ഖസാറത്തിൽ ഫാദിഹത്തി ഫിൽ മാലി, സാമ്പത്തികമായിട്ട് കച്ചവടത്തിലോ കൃഷിയിലോ അതേപോലെ തന്നെ സാമൂഹികമായ അവൻ്റെ അംഗീകാരത്തിൽ പേരിൽ പ്രശസ്തിയിൽ തകർച്ചയുണ്ടാകും, അതിൽ നഷ്ടം വരുത്തി വെക്കും, അനക്കതിൽ തകർച്ച ഉണ്ടാക്കാനുള്ള പണിയെടുക്കും പോലത്തെ ഭീഷണികൾ നടത്തിയിരുന്നു. അതേപോലെ ഇദാകാന ദഈഫൻ, ബലഹീനനായ മനുഷ്യനാണ് ഈ മുസ്ലിം എന്നുണ്ടെങ്കിൽ, ലറബഹു അഗ്റാബി, അവൻ അടിക്കുമായിരുന്നു, ശാരീരികമായി ആക്രമിക്കും, മറ്റുള്ള ആളുകളെ അതിനെ പ്രേരിപ്പിക്കുകയും ചെയ്യുമായിരുന്നു. ഈ രണ്ട് രൂപത്തിൽ. വകദാലിക അമ്മു ഉസ്മാൻ ബിൻ അഫ്ഫാൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃവിനായിരുന്നു. യലുഫുഹു ഫി ഹസീരിൻ, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനെ ഈത്തപ്പനയുടെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കിയിരുന്ന പായയിലിട്ടിട്ട് ചുരുട്ടി, മിൻ വറഖിൻ നഖീൽ, ഈത്തപ്പനയുടെ അതിൻ്റെ ഓല കൊണ്ട് മെടഞ്ഞുണ്ടാക്കുന്ന ആ പായയിലിട്ടിട്ട് ചുരുട്ടിയിട്ട് സുമ്മ യദ്ദഖിനുഹു മിൻ തഹ്തി, അതിൻ്റെ താഴ്ഭാഗത്ത് തീ കൊടുക്കുമായിരുന്നു. ഇങ്ങനെ പീഡിപ്പിക്കുമായിരുന്നു. ലമ്മ അലിമത്ത് ഉമ്മു മുസ്അബ് ബിൻ ഉമൈറിൻ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് അറിഞ്ഞു, ബി ഇസ്ലാമിഹി, മുസ്അബ് ബിൻ ഉമൈർ മുസ്ലിം ആയിക്കണു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ, മനഅതുഹു അത്വആമ വശറാബ്, ഭക്ഷണം വെള്ളം മകന് തടഞ്ഞു, ഉപരോധം ഏർപ്പെടുത്തി. ഇനിയൊരു മുറുക്ക് വെള്ളം കൊടുക്കൂല, ഒരു പിടി ഭക്ഷണം ഞാൻ കൊടുക്കൂല,
എന്ന് മുസ്അബ് ബിൻ ഉമൈർ എന്ന് പറയുന്ന ഈ സഹാബി, ഈ യുവാവ് ഇസ്ലാം സ്വീകരിക്കുന്ന സമയത്ത് കൗമാരത്തിലാണ്, യുവത്വത്തിന്റെ മുമ്പുള്ള സമയത്താണ് ഇസ്ലാമിലേക്ക് വരുന്നത്. മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ ചരിത്രം ഖുറൈശ് അറബികളിലുള്ള ഏറ്റവും സുമുഖനായ, സുന്ദരനായ, സമ്പന്നനായ യുവാവായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. കൗമാരപ്രായത്തിൽ തന്നെ വലിയ സമ്പത്തുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ മാതാവിന്. ആകെ ഈ ഒരു മകനും മറ്റ് 1-2 കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുസ്അബ് റളിയല്ലാഹു അൻഹു മക്കയിലുള്ള ഒരു വഴിയിൽ കൂടെ നടന്നു പോയാൽ ആളുകൾക്കറിയുമായിരുന്നു ഇതിലെ മുസ്അബ് പോയിട്ട്. അത്ര വില പിടിച്ച സുഗന്ധം അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു. അന്നുണ്ടായിരുന്ന യുവാക്കൾ മോഹിക്കുകയും ആശിക്കുകയും ചെയ്യുമായിരുന്നു, മുസ്അബിനെ പോലത്തെ ജീവിതം എനിക്ക് ലഭിച്ചെങ്കിൽ എന്ന്. അതിന് മാത്രമുള്ള സമ്പത്ത്, ആർഭാടത്തിൽ, സുന്ദരമായ സൗഖ്യത്തോടുകൂടെ അദ്ദേഹം ജീവിതത്തിന്റെ വിശാലതയിൽ കഴിച്ചുകൂട്ടുന്ന സമയത്ത് ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് മാതാവ് അദ്ദേഹത്തിനോട് ഇസ്ലാമിൽ നിന്നിട്ട് പിന്മാറാൻ വേണ്ടി പല പ്രാവശ്യം പറഞ്ഞു. മുസ്അബ് റളിയല്ലാഹു അൻഹു സമ്മതിക്കാതെ വന്നപ്പോൾ മാതാവ് ഈ പറയുന്ന ഉപരോധം ഏർപ്പെടുത്തി. ഒരു പിടി ഭക്ഷണം ഞാൻ അവന് കൊടുക്കൂല, വെള്ളം കൊടുക്കൂല, വസ്ത്രം കൊടുക്കൂല, മുമ്പത്തതുപോലെ സമ്പത്ത് ഞാൻ അവന് ചെലവാക്കൂല എന്ന് പറഞ്ഞു. വഅഖ്റജതുഹു മിൻ ബൈത്തിഹി, വീട്ടിൽ നിന്ന് പുറത്താക്കി മകൻ. മുസ്അബ് റളിയല്ലാഹു അൻഹു മാതാവ് വീട്ടിൽ നിന്ന് പുറത്താക്കി. വകാന മിൻ അൻഅമിൻ നാസി ഐഷൻ, മക്കയിൽ ഏറ്റവും സുഖലോലുഭതയിൽ കഴിച്ചുകൂട്ടുന്ന ആളായിരുന്നു മുസ്അബ് റളിയല്ലാഹു അൻഹു. ഈ പറഞ്ഞതുപോലെ മറ്റുള്ള യുവാക്കളും മറ്റുള്ള ആളുകളും മോഹിക്കുന്ന തരത്തിലുള്ള സമ്പന്നതയിൽ കഴിച്ചുകൂട്ടുന്ന ആളായിരുന്നു. അങ്ങനെ സാമ്പത്തികമായിട്ട് ഈ പറയുന്ന നിലക്കുള്ള പ്രയാസം അനുഭവപ്പെട്ടു. ഫതഖശഫ ജിൽദുഹു തഖശഫൽ ഹയ്യ, പാമ്പിന്റെ ശരീരത്തിൽ തൊലി പൊളിഞ്ഞു പോരുന്നത് പോലെ മുസ്അബ് റളിയല്ലാഹു അൻഹുവിന്റെ ശരീരത്തിൽ തൊലി പൊളിഞ്ഞു പോരുമായിരുന്നു. അദ്ദേഹത്തിന്റെ കഴിക്കാൻ ഭക്ഷണമില്ലാതെ മുമ്പുള്ള ആ സുഭിക്ഷതയും ആ സുഖലോലുപതയും നഷ്ടപ്പെട്ടതിന്റെ ശേഷം ധരിക്കാൻ വേണ്ട പോലെ വസ്ത്രമില്ല. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനക്കാരായ ആളുകൾ ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം അദ്ദേഹത്തിന്റെ ശരീരത്തിൽ പക്ഷേ ശേഷം ഇതിൽ വരാൻ സാധ്യതയുണ്ട്. അദ്ദേഹത്തിനെ മദീനയിലേക്ക് ദീന് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി പറഞ്ഞയച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മദീനയിൽ പിറ്റേ വർഷം വന്നപ്പോഴേക്കും മദീനയിലുള്ള ഓരോ വീട്ടിലും 1-2-3 ആളുകൾ മുസ്ലിമീങ്ങളായ ആ നിലക്കുള്ള വിശാലമായ വിപുലമായ ദഅവത്ത് നടത്തിയ അദ്ദേഹം. അങ്ങനെ ഉഹദ് യുദ്ധത്തിന്റെ സമയത്ത് മുസ്ലിം സമൂഹത്തിന്റെ, മുസ്ലിം സൈന്യത്തിന്റെ കൊടിവാഹകനായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്അബ് റളിയല്ലാഹു അൻഹുവിനെ തെരഞ്ഞെടുത്തു. ഉഹദ് യുദ്ധത്തിൽ പോയി. അങ്ങനെ ആ യുദ്ധത്തിൽ അദ്ദേഹം മുസ്ലിമീങ്ങളുടെ നേതൃത്വത്തിൽ അവരുടെ കൊടിവാഹകനായി ആ യുദ്ധം നയിച്ചു. ശത്രുക്കൾ അദ്ദേഹത്തിന്റെ വലത് കൈ വെട്ടിമുറിച്ചപ്പോൾ അദ്ദേഹം ആ കൊടി തന്റെ ഇടത് കൈയിലേക്ക് പിടിച്ചു. ഇടത് കൈയും വെട്ടിമുറിച്ചപ്പോൾ തന്റെ കാലുകൊണ്ടും മറ്റും ആ കൊടിയെ താങ്ങി നിർത്താൻ അദ്ദേഹം ശ്രമിച്ചു. അങ്ങനെ അവസാനം ശത്രുക്കൾ അദ്ദേഹത്തിന് വധിച്ചു ആ ഉഹദ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ വെച്ച്. അങ്ങനെ വധിക്കപ്പെട്ടതിന്റെ ശേഷം യുദ്ധം കഴിഞ്ഞ് അവിടെ കൊല്ലപ്പെട്ട ആളുകളെ പരതുന്ന സമയത്ത് ആ ഉഹദിന്റെ രണാങ്കണത്തിൽ, യുദ്ധഭൂമിയിൽ അദ്ദേഹം രക്തത്തിലും മണ്ണിലും പുരണ്ടുകൊണ്ട് കടക്കുന്ന രംഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും കണ്ടു. അങ്ങനെ അദ്ദേഹത്തിന് കഫൻ ചെയ്യാൻ വേണ്ടി അവർ നോക്കുന്ന സമയത്ത് ഒരു പുതപ്പ് മാത്രമാണ് ആകെ മനുഷ്യന്റെ ശരീരത്തിലുള്ളത്. ആ പുതപ്പ് കൊണ്ട് അദ്ദേഹത്തിന്റെ തലയും മറ്റ് ഭാഗങ്ങളും മൂടിയാൽ കാല് പുറത്തേക്ക് കാണുമായിരുന്നു. കാലും മറ്റ് ഭാഗങ്ങളും മൂടിയാൽ തല പുറത്തേക്ക് കാണും. പൂർണ്ണമായി തന്റെ ശരീരം മൂടാൻ പോലും ഇല്ലാത്ത ഒരു വസ്ത്രം മാത്രമായിരുന്നു അദ്ദേഹത്തിന് ആകെയുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ തലയും മറ്റ് ശരീരഭാഗം, ആ വസ്ത്രം എത്തുന്ന ഭാഗം അതുകൊണ്ട് മൂടി കഫൻ ചെയ്യാനും കാൽഭാഗം മറ്റും ചങ്ങണപ്പുല്ല് പറിച്ചുകൊണ്ട് മൂടിയിട്ട് അദ്ദേഹത്തിന് ഖബറടക്കാൻ വേണ്ടി പറഞ്ഞു. അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു അങ്ങനെ പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞതിന് ശേഷം മുസ്ലിമീങ്ങളായ ആളുകൾക്ക് അധികാരവും സമ്പത്തൊക്കെ വന്ന് അബ്ദുറഹ്മാൻ ബിൻ ഔഫ് റളിയല്ലാഹു അൻഹു നോമ്പനുഷ്ഠിച്ച് നോമ്പ് തുറക്കാൻ സമയത്ത് ഒരുപാട് വിഭവങ്ങൾ അദ്ദേഹത്തിന്റെ മുന്നിൽ കൊണ്ടുവന്നു വെച്ച് സമ്പന്നനായിരുന്നു. അദ്ദേഹം ആ ഭക്ഷണത്തിലേക്ക് നോക്കി പറഞ്ഞു, ഖുതില മുസ്അബ് ബിൻ ഉമൈർ വഹുവ ഖൈറും മിന്നി. മുസ്അബ് ബിൻ ഉമൈർ കൊല്ലപ്പെട്ടു, എന്നിലേറെ എത്രയോ നല്ല വ്യക്തിയായിരുന്നു. അദ്ദേഹത്തിന് വധിക്കപ്പെടുന്ന സമയത്ത് കഫൻ ചെയ്യാൻ പൂർണ്ണമായൊരു വസ്ത്രം പോലും ഇല്ലാത്ത അവസ്ഥയിലായിരുന്നു. നമുക്കൊക്കെ ദുന്യാവ് ഇത്ര വിശാലമായി എന്ന് പറഞ്ഞ് കരയുകയും മുന്നിൽ കൊണ്ടുവന്നു വച്ച ആ ഭക്ഷണം അദ്ദേഹം ഒഴിവാക്കുകയും ചെയ്തു എന്നൊക്കെ. അങ്ങനെയാണ് മുസ്അബ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്ന സമയത്ത് അദ്ദേഹത്തിനുണ്ടായ ദുരിതങ്ങൾ. വീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ടു, നൽകപ്പെട്ടിരുന്ന സമ്പത്ത് അദ്ദേഹത്തിന് അത് തടയപ്പെട്ടു. ഇങ്ങനെ വകാന സുഹൈബ് ബിൻ സിനാൻ റൂമി, സുഹൈബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ അവസ്ഥ, റോമക്കാരനായിരുന്നത്, യൂറോപ്പിൽ റോമക്കാരനായിരുന്നു, അടിമയായിട്ട് മക്കയിൽ ഉണ്ടായിരുന്ന ആളാണ്.
യുഅദ്ദബു അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുമായിരുന്നു ഹത്താ യുഫ്ഖിദ വഅയഹു ബുദ്ധി നഷ്ടപ്പെടുന്നതുവരെ, ബുദ്ധി പോകും, ഓർമ്മ നഷ്ടപ്പെടുന്നതുവരെ, വലാ യദ്രി മാ യഖുൽ എന്തൊക്കെ പറയുന്നു എന്നറിയാത്ത ആ അവസ്ഥയിൽ ഉണ്ടാകുന്നതുവരെ അദ്ദേഹത്തിന് ശിക്ഷിക്കപ്പെടുമായിരുന്നു ഈ പറയുന്ന മുശ്രിക്കീങ്ങൾ ഇസ്ലാമിൽ സ്വീകരിച്ചതിൻ്റെ ശേഷം. വക്കാന ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം നമ്മൾ വളരെ സദസ്സുകൾ വെച്ച് കേട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅദ്ദിനായിരുന്ന ബാങ്ക് കൊടുക്കുന്ന ബിലാൽ റളിയല്ലാഹു അൻഹു മൗല ഉമയ്യത്ത് ബിൻ ഖലഫിൽ ജുമഹി, ഉമയ്യത്ത് ബിൻ ഖലഫുൽ ജുമഹി എന്ന മുശ്രിക്കായ ആ മനുഷ്യന്റെ അടിമയായിരുന്നു ബിലാൽ റളിയല്ലാഹു അൻഹു. ഫകാന ഉമയ്യത്തു യളഉ ഫീ ഉനുഖിഹി ഹബ്ലൻ, ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ കഴുത്തിൽ കയറ് കെട്ടും, അടിമയായിരുന്നു അദ്ദേഹം. സുമ്മ യുസല്ലിമുഹു ഇല സുബിയാൻ, അങ്ങനെ പിന്നെ തെരുവ് പിള്ളകൾക്ക് ഈ പറയുന്ന ഈ സഹാബിയെ ഏൽപ്പിച്ചു കൊടുക്കും. തെരുവ് പിള്ളകൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാൻ. യതൂഫൂന ബിഹി ഫി ജിബാലി മക്ക, മക്ക ആ മലഞ്ചെരുവുകളിൽ കൂടെ കഴുത്തിൽ കയർ പിടിച്ചു വലിച്ചുകൊണ്ട് അവർ അദ്ദേഹത്തിനെയും കൊണ്ട് ചുറ്റും. വയജുറൂനഹു, അദ്ദേഹത്തിന് അവർ വലിക്കും. ഹത്താ കാനൽ ഹബ്ലു യുഅസ്സിറു ഫി ഉനുഖിഹി, കഴുത്തിൽ ആ കയറിന്റെ അടയാളം, അതുകൊണ്ട് മുറിവ് പറ്റിയിരുന്നു അദ്ദേഹത്തിന്. വഹുവ യഖൂലു അഹദുൻ അഹദുൻ, ഇത് പറയുമായിരുന്നു ക്ഷീണം കൊണ്ട്, അഹദ് അഹദ് എന്ന അദ്ദേഹം പറയുമായിരുന്നു. വകാന ഉമയ്യത്ത് യശുദ്ദുഹു ഷദ്ദൻ സുമ്മ യദ്രിബുഹു ബിൽ അസ, ശക്തമായിട്ട് വലിക്കുമായിരുന്നു, വടികൊണ്ടടിക്കുമായിരുന്നു. വയുൽജിഉഹു ഇലൽ ജുലൂസി ഫി ഹർരി ഷംസ്, അതികഠിനമായ വെയിലത്ത് ദീർഘസമയം ഇരിക്കാൻ വേണ്ടി നിർബന്ധിക്കുമായിരുന്നു. കമാ കാന യുക്രിഹു അൽ ജൂ, ഭക്ഷണം വെള്ളമൊന്നും കൊടുക്കാതെ വിശപ്പ് ദാഹം അതിന് സഹിക്കാൻ വേണ്ടി നിർബന്ധിക്കുമായിരുന്നു. വഅശദ്ദു മിൻ ദാലിക കുല്ലിഹി അന്നഹു കാന യുഖ്രിജുഹു ഇദാ ഹമിയത്തിൽ ലഹീറ, വെയിൽ ചൂടായാൽ അദ്ദേഹത്തിനെയും കൊണ്ട് പുറത്തേക്ക് പോയി. ഫയത്റഹുഹു അലാ ലഹ്രിഹി ഫിർ റംലാഇ ഫി ബത്ഹാഇ മക്ക, മക്കയുള്ള ചരക്കലിൽ ചൂടുള്ള ആ മണലിൽ അദ്ദേഹത്തിനെ കൊണ്ടുപോയി തള്ളിയിട്ട് കടത്തും. സുമ്മ യഅ്മുറു ബിസ്സഖറത്തിൽ അളീമത്തി ഫതൂളഅ അലാ സദ്രിഹി, അങ്ങനെ പിന്നെ വലിയ കല്ല് കൊണ്ടെന്ന് അദ്ദേഹത്തിന് നെഞ്ഞിൽ വെക്കാൻ വേണ്ടി അവിടെയുള്ള തെരുവ് പിള്ളവരോട് ഈ ഉമയ്യത്ത് ലഅനഹുല്ലാ ആ മനുഷ്യൻ കൽപ്പിക്കും. ഈ ജമാൻ സുമ്മ യഖൂലു, എന്നിട്ട് അവൻ പറയും, ലാ വല്ലാഹി ലാ തസാലു ഹക്കദ ഹത്താ തമൂത ഔ തക്ഫുറ ബി മുഹമ്മദ്, ഒന്നിരിക്കൽ നീ മരിച്ച് പിരിഞ്ഞു പോട്ടെ അടിമയാൽ, അല്ലെങ്കിൽ മുഹമ്മദിനെ അവിശ്വസിക്കണം, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയിൽ നീ കഴിച്ചു കൂട്ടണം എന്ന് പറയും. വതഅബുദു ലാത്ത വൽ ഉസ്സ, മുഹമ്മദിൽ അവിശ്വസിക്കണം, ലാത്ത ഉസ്സക്ക് നീ ആരാധിക്കണം, എന്നാലേ നിന്നെ രക്ഷപ്പെടുത്തുള്ളൂ എന്ന് പറയും. അപ്പോൾ ഫയഖൂലു വഹുവ ഫീ ദാലിക്, ബിലാൽ റളിയല്ലാഹു അൻഹു ഈ അവസ്ഥയിൽ പറയും അഹദുൻ അഹദുൻ എന്ന് പറയുമായിരുന്നു. വയഖൂലു, എന്നിട്ട് അദ്ദേഹം പറയാണ്, ലൗ അഅലമു കലിമത്തൻ ഹിയ അഗ്യദു ലക്കും മിൻഹാ ലഖുൽതുഹാ, ഇതിലാറെ നിങ്ങൾക്ക് വെറുപ്പുള്ളൊരു വചനമുണ്ട് എന്ന് എനിക്കറിയാണെങ്കിൽ ഞാനത് പറയുമായിരുന്നു. ഏകനാണ് എന്നുള്ള വാക്കാണ് അല്ലാഹു സുബ്ഹാന ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദിന്റെ മേൽ അറിയിക്കുന്ന ആശയം, അതാണ് അദ്ദേഹം അവിടെ വെച്ച് പറഞ്ഞിരുന്നത്. വമറ ബിഹി അബൂബക്കറിൻ യൗമൻ, ഒരു ദിവസം ഈ രംഗം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കാണുകയാണ് നടന്നു പോകുമ്പോൾ. വഹും യസ്നഊന ബിഹി ദാലിക ബിഹി, ഈ പറയുന്ന നിലക്ക് അദ്ദേഹത്തിനെ ശിക്ഷിക്കുന്നത്. അപ്പോൾ ഫഷ്തറാഹു ബി ഗുലാമിൻ അസ്വദ്, ഒരു കറുത്ത അടിമയ്ക്ക് പകരം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങി. അതല്ല ബിസബൈ അവാഖിൻ ഔ ബി ഖംസിൻ മിനൽ ഫില്ല, അതല്ല 5 വെള്ളി നാണയങ്ങൾ കൊടുത്ത് പകരം കൊടുത്തിട്ട് എത്ര കൊടുത്താലും അവർ വിൽക്കാൻ തയ്യാറാണ് ആ നിലക്ക്. അങ്ങനെ ബിലാൽ റളിയല്ലാഹു അൻഹു വാങ്ങിയിട്ട് അഅതഖഹു, സ്വതന്ത്രനാക്കി വിട്ടുമോചിപ്പിച്ചു. അങ്ങനെയാണ് അദ്ദേഹം പിന്നെ ഈ ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുന്നത്. വകാന അമ്മാർ ഇബ്നു യാസിറിൻ മൗലാലി ബനി മഖ്സൂം, ബനു മഖ്സൂം ഗോത്രക്കാർക്കുള്ള അവർക്കുള്ളൊരു അടിമയായിരുന്നു അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഭാര്യ സുമയ്യ റളിയല്ലാഹു അൻഹയുമുണ്ടായിരുന്നു, മകനുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ യാസിർ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുമയ്യ, അവരുടെ മകനാണ് അമ്മാർ. അസ്ലമ ഹുവ വ അബൂഹു വ ഉമ്മുഹു, അമ്മാർ റളിയല്ലാഹു അൻഹു മകന് മുസ്ലിമായി, അദ്ദേഹത്തിന്റെ പിതാവായ യാസിർ റളിയല്ലാഹു അൻഹു, ഉമ്മയായ സുമയ്യ റളിയല്ലാഹു, ഈ കുടുംബം പൂർണ്ണമായിട്ടും അവർ ഇസ്ലാം സ്വീകരിച്ചു. ഫക്കാനിൽ മുശ്രിക്കൂൻ, മുശ്രിക്കീങ്ങളായിരുന്നു. അലാ റഅസിഹിം അബൂജഹലിൻ, അവരുടെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഈ പറയുന്ന അബൂജഹൽ ഉണ്ടായിരുന്നു. യുഖ്രിജൂനഹും ഇലൽ അബുത്തഹി, മക്കയിലുള്ള അബുത്തഹി എന്ന് പറയുന്ന ആ പ്രദേശത്തേക്ക് ഇവരും കൊണ്ടുപോകും ചൂടായ വെയിൽ ചൂടാകുന്ന സമയത്ത്. എന്നിട്ട് ഫയുഅദ്ദിബൂനഹും ബിഹർരിഹ, വെയിലത്തിട്ടിട്ട് പീഡിപ്പിച്ച് ശിക്ഷിക്കുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രംഗം കണ്ടു. അതിൽ പോകുന്ന സമയത്ത് ഇവരെ ഈ മകനെയും മാതാവിനെയും പിതാവിനെയും ഇങ്ങനെ അവർ പീഡിപ്പിക്കുന്ന രംഗം കണ്ടപ്പോൾ അപ്പം നബി സല്ലല്ലാഹു അലൈഹി വ ആലിഹി വസല്ലം പറഞ്ഞു, സ്വബറൻ ആല യാസിർ, യാസിർ കുടുംബമേ നിങ്ങൾ ക്ഷമിക്കുകയും ഫഇന്ന മൗഇദകുമുൽ ജന്ന, നിശ്ചയം നിങ്ങളോട് വാഗ്ദാനം ചെയ്യപ്പെട്ട സ്വർഗ്ഗമാണ്. അല്ലാതെ റസൂലിനോട് പ്രത്യേകിച്ച് അവിടെ എന്തെങ്കിലും ചെയ്യാൻ കഴിയാതിരിക്കുമാർ സമൂഹം ഏക സ്വരത്തിൽ എല്ലാവരും ഒത്തൊരുമിച്ചുകൊണ്ട് ഇങ്ങനത്തെ പീഡിപ്പിക്കലും ദുരിതങ്ങളും ചെയ്യായിരുന്നു. അങ്ങനെ ഈ പറയുന്ന ദുരിതം ശിക്ഷയും സഹിച്ചു മാത യാസിറുൻ ഫിൽ അദാബ്, ആ ശിക്ഷയിലായിട്ട് യാസിർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു, പിതാവ് മരണപ്പെട്ടു. വതഅന അബൂജഹലിൻ, അബൂജഹൽ ലഅനത്തുല്ലാഹി അലൈഹി ഒരു ദിവസം കുത്തി സുമയ്യ റളിയല്ലാഹു അൻഹ, അഥവാ അമ്മാർ റളിയല്ലാഹു അൻഹയുടെ മാതാവിനെ.
ഫി ഖുബുലിഹ അവരുടെ മുൻദ്വാരത്തിൽ ബിഹർബത്തിൻ യുദ്ധത്തിൽ അവർ ഉപയോഗിക്കുന്ന ഒരു ഈ പറയുന്ന യുദ്ധത്തിൽ ശത്രുക്കളെ കുത്താൻ വേണ്ടി അവർ ഉപയോഗിക്കുന്ന ആയുധമാണ് ഹർബത്തി എന്ന് പറയുന്നത്. അങ്ങനെ ഫമാത്തത്ത് അവർ മരണപ്പെട്ടു. ശത്രുക്കളെ കുത്താൻ വേണ്ടി തലഭാഗത്ത് ഇരുമ്പിൻ്റെ കൂർപ്പുള്ള ഇരുമ്പിൻ്റെ ആയുധങ്ങൾ ഘടിപ്പിക്കപ്പെട്ട കുന്തം അതുപോലത്തെ സാധനം കൊണ്ട് അവരെ ഈ നിലക്ക് കുത്തിയിട്ട് വധിച്ചു. വഹിയ അവ്വലു ഷഹീദത്തിൻ ഫിൽ ഇസ്ലാം, ഇസ്ലാമിലുള്ള ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷിയായിട്ടുള്ളത് സുമയ്യ റളിയല്ലാഹു അൻഹയാണ്, അമ്മാർ റളിയല്ലാഹുവിന്റെ മാതാവായ. വഹിയ സുമയ്യത്ത് ബിന്തു ഖയ്യാത്തിൻ മൗലാത്തു അബി ഹുദൈഫത്ത് ബിനുൽ മുഗൈറത്ത് ബിൻ അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ മഖ്സൂം, ആ പറയുന്ന കുടുംബത്തിൽപ്പെട്ട അവരുടെ അടിമയാണ്. വകാനത്ത് അജൂസൻ കബീറത്തുൻ ലഈഫ, അവര് ബലഹീനയായ പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു. അതോടുകൂടെ വശദ്ദുൽ അദാബ അല അമ്മാരിൻ ബിൽ ഹർരി താരത്തിൻ, അങ്ങനെ പിന്നെ ഈ മകനെ അവർ പീഡിപ്പിക്കാൻ തുടങ്ങി. ചില സമയത്ത് വെയിലത്ത് കൊണ്ടുപോയി നിർത്തി പ്രയാസപ്പെട്ടി. അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നെഞ്ഞിലുമൊക്കെ കല്ല് കയറ്റി വെച്ച് യഗുത്തുഹുഫിൻ, ചില സമയത്ത് വെള്ളത്തിൽ മുക്കിയിട്ട് ശ്വാസം നഷ്ടപ്പെടുന്ന നിലക്കുള്ള ഹത്താക്കാൻ ഇഫ്തിദ്വായു ബുദ്ധി നഷ്ടപ്പെടുന്നത് വരെ അവർ പറയുമായിരുന്നു ലാ നത്റുക്കുക ഹത്താ തസുബ്ബ മുഹമ്മദൻ, മുഹമ്മദിനെ ഒരിക്കലും നീ ചീത്ത പറയാതെ ഞങ്ങൾ നിന്നെ ഒഴിവാക്കൂല, വിടൂല. അതേപോലെ തന്നെ ലാത്ത ഉസ്സനെ കുറിച്ച്, ബിംബങ്ങളെക്കുറിച്ച് നല്ലത് പറയും വേണം, എന്നാലേ നിനക്ക് മോചനമുള്ളൂ. അങ്ങനെ ഒരു ദിവസം നിർബന്ധിതനായിട്ട് അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ ചെയ്തു. ലാത്ത ഉസ്സനെ കുറിച്ച് നല്ലത് പറഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ചീത്ത വിളിക്കുന്ന അവസ്ഥ. പക്ഷെ അദ്ദേഹത്തിന് മനസ്സിൽ പ്രയാസമുണ്ട്, നിർബന്ധിതനായിട്ടാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് അദ്ദേഹം കാരണം പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ കുറ്റബോധം തെളിയിച്ചുകൊണ്ട് ഒരിക്കൽ പ്രവാചകന്റെ അടുത്ത് വന്നു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പറയുന്ന സൂറത്തുൻ നഹ്ലിൽ ആയത്ത് മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ, മനസ്സിൽ പൂർണ്ണമായി ഈമാനുണ്ട്, ഹൃദയത്തിൽ ആത്മാർത്ഥമായ നിഷ്കളങ്കമായ ഈമാനോടുകൂടെ നിർബന്ധിത ഘട്ടത്തിൽ കുഫറിന്റെ ഈ വാക്കുകൾ ഒരാൾ പറഞ്ഞു എന്നുണ്ടെങ്കിൽ അവന് മാപ്പുണ്ട് എന്ന് പറയുന്ന ഈ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി. വക്കാന അബൂ ഫുക്കൈഹ എന്ന് പറയുന്ന മനുഷ്യൻ, അദ്ദേഹത്തിന്റെ പേര് അഫ്ലഹ് എന്നായിരുന്നു. മൗലാലി ബനി അബ്ദുദ്ദാർ എന്ന് പറയുന്ന ആ കുടുംബക്കാരുടെ ഒരു അടിമയായിരുന്നു. വക്കാന മിനൽ അസ്ദ് ഷനു എന്ന് പറയുന്നത് പിന്നെ ഷാമിന്റെ യമനിലേക്ക് ഭാഗത്തുള്ള കുടുംബങ്ങൾ. ഫക്കാനു യജുറൂനഹു ഫീ നിസ്ഫിൻ നഹാരി ഫീ ഹർറിൻ ഷദീദ്, അതികഠിനമായ ചൂട് അദ്ദേഹത്തിനും കെട്ടിവലിച്ചുകൊണ്ട് അവർ പോകും. ഫീ റിജ്ലൈഹി ഖൈദുൻ മിൻ ഹദീദ്, ഇരുമ്പിന്റെ ചങ്ങല കാലിലുണ്ടാകും. എന്നിട്ട് ഫയജുറൂനഹു മിനത്തിയ ഫയജറിദൂനഹു മിനത്തിയ വസ്ത്ര, ആക്ഷേപം നടത്തിയതവ നഗ്നനാക്കും അദ്ദേഹത്തിന്. അതിൻ്റെ ശേഷം യബ്തഹൂനഹു ഫിർ റംല, ആ മണ്ണിലും അദ്ദേഹത്തിനെ കൊണ്ടുപോയി കടത്തിയിട്ട് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഈ പറയുന്ന കല്ലുകൾ കയറ്റി വെച്ച് പീഡിപ്പിക്കുമായിരുന്നു. ഫക്കാന യബ്ഖാ കദാലിക ഹത്താ ലാ യഅഖിൽ, ബുദ്ധി പോകുന്നതുവരെ ഈ പീഡനം, ഈ ശിക്ഷയും തുടരുമായിരുന്നു. ഫലം യസൽ യുഅദ്ദബു കദാലിക ഹത്താ ഹാജറ ഇലൽ ഹബശത്തി അൽ ഹിജ്റത്ത് അത്ഥാനി, അങ്ങനെ പീഡനം സഹിക്കാൻ കഴിയാതെ പിന്നീട് അദ്ദേഹം ഹബശയിലേക്ക് ഹിജ്റ പോകേണ്ടി വന്ന അനുഭവങ്ങളുണ്ട്. വക്കാനു മറത്തൻ ഖദ് റബത്തു റിജ്ലഹു ബിഹബൽ, ഒരിക്കൽ അദ്ദേഹത്തിന്റെ കാലിൽ കയറ് കെട്ടിവെച്ചിട്ട് പിന്നെ അദ്ദേഹത്തിനെ വലിച്ച് മണിൽ കൊണ്ടുപോയിട്ട് വഖനഖൂഹു, അദ്ദേഹത്തിന്റെ കഴുത്തൊക്കെ കയറുകൊണ്ടും മറ്റും കുടുക്കി. ഹത്താ വന്നു അന്നഹു ഖദ് മാത്, ഇയാൾ മരിച്ചു എന്നവർക്ക് വിചാരിച്ചു, ബോധം പോയിട്ട്. അങ്ങനെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഈ രംഗം ഒരിക്കൽ കണ്ടു. ഫസ്തറാഹു വഅതഖഹു ലില്ലാഹ്, ആ മനുഷ്യനെയും വാങ്ങി അള്ളാഹുവിന് വേണ്ടി മോചിപ്പിച്ചു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ധാരാളം ആളുകളെ കാശ് കൊടുത്ത് വാങ്ങിയിട്ട് മോചിപ്പിക്കുന്ന അവസ്ഥയുണ്ടായിരുന്നു. വസ്ത്രത്തിന്റെ കച്ചവടക്കാരനായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, സമ്പന്നനായിരുന്നു, ഈ പറയുന്ന നന്മകൾ ധാരാളം ചെയ്യുന്നവരുമായിരുന്നു. വകാന ഖബ്ബാബ് ഇബ്നുൽ അറത്ത് റളിയല്ലാഹു അൻഹു മൗലാലി ഉമ്മി അൻമാരിൻ ബിൻതി സിബായിൽ ഖുസായിയ, ഖുസായി ഗോത്രത്തിൽപ്പെട്ട സിബാ എന്ന് പറയുന്ന മനുഷ്യന്റെ മകളായ ഉമ്മു അൻമാർ എന്ന് പറയുന്ന സ്ത്രീയുടെ അടിമയായിരുന്നു ഖബ്ബാബ് റളിയല്ലാഹു അൻഹു. വകാന ഹദ്ദാദൻ, ഇരുമ്പിന്റെ ഈ മറ്റുള്ള ജോലികളും കാര്യം ചെയ്യുന്ന ആളായിരുന്നു അദ്ദേഹം, ഇരുമ്പിന്റെ ആയുധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാക്കുന്നു. ഫലമ്മ അസ്ലമ, അദ്ദേഹം മുസ്ലിമായ സമയത്ത് അദ്ദബത്തുഹു മൗലാത്തുഹു ബിന്നാർ, തീ കൊണ്ടാണ് ഈ സ്ത്രീ അദ്ദേഹത്തിനെ ശിക്ഷിക്കാൻ തുടങ്ങിയത്. ഇങ്ങനത്തെ ജോലി ചെയ്യിപ്പിക്കും, അതിൻ്റെ ഇടയിൽ ഈ നിലക്കുള്ള പീഡനങ്ങൾ. കാനത്ത് തീബിൽ ഹദീദത്തിൽ മുഹ്മാത്തി, ചുട്ടുപഴിപ്പിക്കപ്പെട്ട ഇരുമ്പിന്റെ ദണ്ടുകൾ ആ സ്ത്രീ കൊണ്ടുവരും. ഫതജഅലുഹ അലാ ദഹ്രിഹി ഔ റഅസി, തലയിലും പുറത്തൊക്കെ വെച്ചിട്ട് പീഡിപ്പിക്കും. അടിമയാണ്, ചോദിക്കാനും പറയാൻ ആരുമില്ല, യജമാനത്തെയാണ് ചെയ്യുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിക്കാൻ വേണ്ടി. ഫലം യകുൻ യസീദുഹു ദാലിക ഇല്ലാ ഈമാനൻ വ തസ്ലീമാ, അദ്ദേഹം പക്ഷേ ഈ പറയുന്ന പീഡനങ്ങളും ഈ ദുരിതങ്ങളും സഹിച്ചിട്ടുകൂടി അള്ളാഹുവിനും റസൂലിനും അനുസരിക്കുക, ഈമാൻ അതിൽ അടിയുറച്ചു നിൽക്കുക എന്നുള്ളതല്ലാതെ അതിൽ നിന്ന് വ്യതിചലിക്കാനോ ഈമാനും ആദർശം ഒഴിവാക്കാനോ അദ്ദേഹം തയ്യാറായില്ല. വക്കാനിൽ മുശ്രിക്കൂന അയ്ളൻ യുഅദ്ദിബൂനഹു, മുശ്രിക്കീങ്ങൾ അദ്ദേഹത്തിനെ ഈ പറയുന്ന നിലക്ക് ശിക്ഷിക്കുമായിരുന്നു. ഫയുൽബൂന ഉനുഖു, കഴുത്ത് പിടിച്ച് തിരിക്കും. വയജദിബൂന ഷാറു, മുടി പിടിച്ച് പറിക്കും.
വഖദ് അൽഖൗഹു അലന്നാരിക തീയിൽ കൊണ്ടുപോയിട്ടു തുമ്മ സഹിബൂഹു അലിഹ ആ തീയിൽ കൊണ്ടുപോയി വലിച്ചു ഫമാ അത്ഫഅഹ ഇല്ലാ വദക്കുലഹരിഹി അദ്ദേഹത്തിൻ്റെ പുറത്തുള്ള ആ ശരീരം ആ എല്ലും തൊലിയും മാംസവും അതൊക്കെ തട്ടിയിട്ട് തീ കെടാന്നല്ലാതെ അവരുടെ ഈ ശിക്ഷയിൽ നിന്ന് അവർ ഒഴിവാക്കിയിരുന്നില്ല. ഉമ്മു അൻമാർ എന്ന് പറയുന്ന ഈ സ്ത്രീക്ക് പിന്നീട് വലിയ ഒരു അസുഖം, തലക്കുള്ളൊരു വേദന അനുഭവപ്പെട്ടു എന്നുള്ളത്. അങ്ങനെ വേദന ഉണ്ടായ സമയത്ത് ചികിത്സിക്കുന്ന ആളുകൾ പറഞ്ഞത് പിന്നെ ഇരുമ്പ് പഴിപ്പിച്ചിട്ട് തലയിൽ ചൂട് വെക്കണം എന്നുള്ളതായിരുന്നു. തലയിൽ ചൂട് വെക്കണം. അങ്ങനെ ഈ അടിമയോട് ഈ പറയുന്ന നിലക്ക് ആ ചികിത്സ നടത്താൻ ഈ സ്ത്രീ പറയുമായിരുന്നു എന്ന് ചരിത്രത്തിലുണ്ട്. സുബ്ഹാനല്ലാഹ്. ഇങ്ങനെ വക്കാനത്ത് സനീറത്തു അമത്തൻ റൂമിയ, അതേപോലെ തന്നെ സനീറ എന്താണ് സിന്നീറ, വക്കാനത്ത് സിന്നീറത്ത് അമത്തൻ റൂമിയ, റോമക്കാരത്തിയായ ഒരു അടിമ സ്ത്രീയാണ് സിന്നീറ എന്ന് പറയുന്നവർ. അത് അസ്ലമത്ത്, അവർ ഇസ്ലാമിലേക്ക് വന്നു. ഫഉദിബത്ത് ഫില്ലാ, അള്ളാഹുലായിട്ട് അവരെയും ശിക്ഷിക്കപ്പെടും. പ്രവാചകന്മാരുടെ രീതി പൊതുവിൽ ഇങ്ങനെയാണ്. പ്രവാചകന്മാർ അവരുടെ ദഅവത്തുമായിട്ട് വരുന്ന സമയത്ത് സമൂഹത്തിലുള്ള സമ്പന്നരായ ആളുകൾ, പേരും പ്രശസ്തിയും അംഗീകാരം ആദരവുള്ള ആളുകളെല്ലാം അത് സ്വീകരിക്കാൻ തയ്യാറാകും. പ്രവാചകന്മാർ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തിൽ, മറ്റുള്ള പ്രവാചകന്മാരുടെയൊക്കെ ചരിത്രത്തിൽ ഇങ്ങനെയാണ് കാണുന്നത്. അവർ ദഅവത്തുമായിട്ട് വരുന്ന സമയത്ത് സമൂഹത്തിൽ താഴെ തട്ടിലുള്ള ആളുകളാണ് ഇവരുടെ ദഅവത്ത് സ്വീകരിക്കുക. അങ്ങനെയാണ് അതിൻ്റെ രീതി. ഹിറക്കുൽ ചക്രവർത്തിയുടെ അടുത്ത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു കച്ചവട സംഘം ചെന്ന സമയത്ത് റസൂലിനെ കുറിച്ച് ആ ചക്രവർത്തി ചോദിക്കുന്നൊരു സംഭവമാണ്. ഇമാം ബുഖാരിയൊക്കെ ആ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം അവരോട് ചോദിക്കുന്നു, ഈ പറയുന്ന പ്രവാചകനാണ് എന്ന് പറഞ്ഞു വന്ന ആളോട് സമൂഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിച്ച് ഉന്നത കുലജാതികളായ ആളുകളാണോ അതല്ല താഴെത്തട്ടിലുള്ള ആളുകളാണോ? അപ്പോൾ അബൂ സുഫിയാൻ പറയുന്നുണ്ട്, താഴെത്തട്ടിലുള്ള അടിമകളും പാവങ്ങളും ബലഹീനരും നിസ്സഹാരം ഇവരാണ് അദ്ദേഹത്തിൻ്റെ ദഅവത്ത് സ്വീകരിക്കുന്നവർ കൂടുതലും. അപ്പോൾ ഹിറക്കൽ പറയുന്ന അപ്രകാരമാണ് പ്രവാചകന്മാർ എന്ന്. പ്രവാചകന്മാരുടെ രീതി അങ്ങനെയാണ്. അവരുടെ ദഅവത്ത് സ്വീകരിക്കൽ താഴെ തട്ടിലുള്ള ആളുകളാണ്. ഭൗതികമായ പേരും പ്രശസ്തിയും സമ്പത്തും സ്വാധീനം സൗകര്യങ്ങളും സുഖങ്ങളുമുള്ള ആളുകൾ പ്രവാചകന്മാരുടെ ദഅവത്ത് സ്വീകരിക്കൽ കുറവായിരിക്കും. ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. ആ രീതിയിലാണ് ഇപ്പോൾ ഇവിടെ ഈ അടിമകളുടെ കാര്യങ്ങൾ വരാൻ കാരണം. ഉസീബത്ത് ഫി ബസരിഹ, ഈ പറയുന്ന സിന്നീറ എന്ന് പറയുന്ന ഒരു ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം അവരുടെ കണ്ണിന് കാഴ്ചക്ക് ഒരു കാഴ്ച നഷ്ടപ്പെടുന്ന അവസ്ഥ വന്നു. അങ്ങനെ അന്ധയായി. അപ്പോൾ ആളുകൾ പറഞ്ഞു, ഇല്ല, ലാത്ത ഉസ്സന്റെ കുരുത്തകേട് തട്ടിയതാണ് മുഹമ്മദിന്റെ കൂടെ കൂടിയിട്ട്. ഇന്നിപ്പോൾ നാട്ടിലെ ഖുറാഫികളൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത് പോലെ തന്നെ. അപ്പോൾ അവർ ഈമാനുള്ള സ്ത്രീ ആയപ്പോന്നില്ല, വല്ലാഹി മാ അസാബത്തനി, ലാത്തി മുസ്സൊന്നും ഇന്നൊന്നും ചെയ്തിട്ടില്ല, അവരെ കുരുത്തകേട് കൂടെ തട്ടിയിട്ടില്ല എന്ന്. വഹദാമീൻ അള്ളാഹ്, ഇത് അള്ളാഹുവിൻ്റെ ഒരു പരീക്ഷനാണ്. ഇൻഷാ കശഫഹു, അള്ളാഹ് ഉദ്ദേശിക്കുകയാണെങ്കിൽ എനിക്കതിൽ ആശ്വാസം തരും, ശമനം തരുന്നവർ. ഫഅസ്ബഹത്ത് മിനൽ ഗദി വഖദ് റദ്ദല്ലാഹു ബസറഹ, അവർക്ക് അള്ളാഹുവിൽ ശക്തമായ പ്രതീക്ഷയും ദുആക്കനുസരിച്ച് പിറ്റേ ദിവസം ആ കണ്ണിൻ്റെ കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അപ്പോൾ ഖുറൈശികൾ പറഞ്ഞു, ഹാദാ ബഅദു സിഹരി മുഹമ്മദിൻ, ഇത് മുഹമ്മദിൻ്റെ സിഹർ കൊണ്ടാണ്, തിരിച്ചിങ്ങോട്ടും പറഞ്ഞു. അങ്ങനെയാണ് നമ്മുടെ നാട്ടിലൊക്കെ ഒന്ന് പലരും പല കാര്യങ്ങളും പറയുന്നത് ഇതുപോലെ തന്നെ. അസ്ലമത്ത് ഉമ്മു ഉബൈസിൻ ജാരിയത്തുല്ലി ബനീ സുഹറ, ബനു സുഹറ ഗോത്രക്കാർക്കുള്ള അടിമ സ്ത്രീയാണ് ഉമ്മു ഉബൈസ്. അവർ ഇസ്ലാമിലേക്ക് വന്നു. ഫകാന യുഅദ്ദിബുഹാൽ മുശ്രികൂൻ, മുശ്രിക്കീങ്ങൾ അവരെ പല നിലക്കും പീഡിപ്പിക്കാനും ശിക്ഷിക്കാനും തുടങ്ങി. വബിഖാസത്തിൻ മൗലാഹ അൽ അസ്വദ് ഇബ്നു അബ്ദു യഗൂസ് എന്ന് പറയുന്ന ഈ പറയുന്ന ബനീ സുഹറത്തിലുണ്ടായിരുന്ന അടിമയുണ്ടായിരുന്നു. ആ മനുഷ്യൻ അവൻ്റെ യജമാനന്മാരുടെ അഭിപ്രായം അനുസരിച്ച്, താല്പര്യത്തിനനുസരിച്ച് കഠിനമായി ഇവരെ ശിക്ഷിക്കലും പീഡിപ്പിക്കലും ഉണ്ടായിരുന്നു. വകാന മിൻ അശദ്ദി അഅദാഇ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വമിനൽ മുസ്തഹസിഇന ബിഹി, ഈ പറയുന്ന അസ്വദ് ഇബ്നു അബ്ദു യഗൂസ് എന്ന് പറയുന്ന മനുഷ്യൻ അള്ളാഹുവിൻ്റെ റസൂലിനോട് ഏറ്റവും വലിയ ശത്രുത വെച്ച് പുലർത്തുന്നവരും പ്രവാചകനെ പരിഹസിക്കുന്നവരുടെ കൂട്ടത്തിലായിരുന്നു. അതേപോലെ തന്നെ അസ്ലമത്ത് ജാരിയത്ത് ഉമർ ബിൻ മുഅമ്മൽ ബിൻ ബനി അദിയൻ, ബനു അദി ഗോത്രത്തിൽപ്പെട്ട പിന്നെ ഉമർ ബിൻ മുഅമ്മൽ എന്ന് പറയുന്നവരുടെ അടിമസ്ത്രീ അവർ ഇസ്ലാമിലേക്ക് വന്നു. അപ്പോൾ ഉമർ ബിൻ ഖത്താബാണ് അവരെ ശിക്ഷിക്കൽ ഏറ്റെടുത്തത്. ബനു അദി ഗോത്രത്തിൽപ്പെട്ട ആളാണ് ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹമാണ് അവരെ ശിക്ഷിക്കാൻ ഏറ്റെടുത്ത ആൾ. കാരണം അന്ന് അദ്ദേഹം ഷിർക്കിലായിരുന്നു. വഹുവ യൗമൈദിൻ അല ഷിർക്ക്. ഫകാന യദ്രിബുഹാ ഹത്താ യഫ്തുർ, കൈ കുഴയുന്നത് വരെ ആ സ്ത്രീ അടിക്കുമായിരുന്നു ഉമർ റളിയല്ലാഹു അൻഹു. സുമ്മ യദഉഹാ, പിന്നെ ഒഴിവാക്കിയിട്ട് പറയും, വല്ലാഹി മാ അദഉകി ഇല്ലാ സആമ, കുഴങ്ങിയിട്ടാണ് ഞാൻ ഒഴിവാക്കിയത്, അല്ല ഇനിയും നിന്നെ അടിക്കുമായിരുന്നു. അപ്പോൾ അവർ പറയും, കദാലിക യഫ്അലുല്ലാഹു ബിക റബ്ബുക്, നിന്റെ റബ്ബ് നിന്നോടും അങ്ങനെ ചെയ്തോളും എന്ന് ആ സ്ത്രീ പറയുമായിരുന്നു. വമിമ്മൻ അസ്ലമന വഉദ്ദിബന മിനൽ ജവാരി, അടിമ സ്ത്രീകളിൽ നിന്ന് മുസ്ലിമീങ്ങളായി ശിക്ഷ ഏറ്റുവാങ്ങിയ പീഡനം സഹിച്ച പല സ്ത്രീകൾ, നഹ്ദിയ എന്ന് പറയുന്ന സ്ത്രീ, അവരുടെ മകള്, അവർ വക്കാനത്താലി ഇമ്രഅത്തിൻ മിൻ ബനി അബ്ദുദ്ദാർ എന്ന് പറയുന്ന ആ ഗോത്രത്തിൽപ്പെട്ട ഒരു സ്ത്രീയുടെ അടിമകളായിരുന്നു. വമിമ്മൻ ഉദ്ദിബ മിനൽ അബീദി, അടിമയുടെ കൂട്ടത്തിൽ നിന്ന് ശിക്ഷിക്കപ്പെട്ട ഒരു ആമിർ ഇബ്നു ഫുഹൈറ, കാന യുഅദ്ദബു ഹത്താ യുഫ്ഖിദ വഅയഹു, അദ്ദേഹത്തിന്റെ ബോധം നഷ്ടപ്പെടുന്നവരെ പീഡിപ്പിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ചെയ്യുമായിരുന്നു.
അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇങ്ങനത്തെ ഈ അടിമകൾ അവരിൽപ്പെട്ട പലരെയും അദ്ദേഹം വാങ്ങി, എന്നിട്ട് അവരെ ഫഅതഖഹും ജമീഅൻ, അവരെ മോചിപ്പിച്ചു. ധാരാളം അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിന്റെ പിതാവായ അബൂ ഖുഹാഫ പ്രായം ചെന്ന ആളായിരുന്നു. മക്കം ഫത്തേന്റെ കാലം വരെ ഷിർക്കിലായിട്ട് ജീവിച്ച ആളുമാണ്, ഇസ്ലാമിലേക്ക് വരാതെ. മക്കം ഫത്തേന്റെ അന്നാണ് പിന്നീട് ആ മനുഷ്യൻ ഇസ്ലാമിലേക്ക് വന്ന് താടിയും മുടിയൊക്കെ നിരച്ചു വെളുത്തിരുന്നു. മകൻ ഈ പറയുന്ന അടിമകളെ, ബലഹീനരായ ആളുകളെ വാങ്ങുക, എന്നിട്ട് വാങ്ങിയിട്ട് അവർ അടിമകളായി വെക്കാതെ അവരെ മോചിപ്പിക്കുക, ഈ പണി കണ്ടപ്പോൾ സ്വഭാവമായിട്ട് ആ മനുഷ്യനത് പറ്റിയില്ലെന്ന്. അപ്പൊ പറഞ്ഞു, ഉറാക്ക താഴ്ത്തിക്കുരിക്കാബൻ ആഫൻ, ബലഹീനരായ ആളുകളെ വാങ്ങിക്കാണ്ടത് നീ മോചിപ്പിക്കുന്നത് ഞാൻ കാണുന്നത് അബൂബക്കർ. ഫലോ അഴത്തക്കത്തെ റിജാലൻ ജൽദല്ലമനഊക്ക്, ശക്തരായ ആളുകളെ വാങ്ങിയിട്ട് ഇതേപോലെ മോചിപ്പിക്കുകയാണെങ്കിൽ, ആരെങ്കിലും എന്നെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ അവർ നിനക്കൊരു സഹായികളായിട്ട് കൂടെ ഉണ്ടാകും. നിങ്ങളെ കൊണ്ട് അതിനോട് കഴിയൂല, എന്ത് പണിയെടുക്കുന്നത്? ഇവർ ബലഹീനരാണ്. ഈ പറയുന്ന അടിമകളെ ഒരാൾ സ്വതന്ത്രനാക്കിയാൽ ആ അടിമകൾക്ക് ഇവരോട് ബന്ധമുണ്ടാകും, അന്നത്തെ ആ ഒരു നന്ദി ഉണ്ടാകും. അപ്പോൾ ആരെങ്കിലും ഇവരെ ആക്രമിക്കാൻ വരികയാണെങ്കിൽ, ശക്തരായ കായികമായിട്ട് ശക്തരും ബലമുള്ള ആളുകളാണെങ്കിൽ ഈ ശത്രുക്കൾക്കെതിരിൽ ഇവരെ കൂടെ നിന്ന് സഹായിക്കുന്ന വാപ്പാന്റെ ഉപദേശം. അപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നി ഉരീദു വജ്ഹ അല്ലാഹ്, ഞാനത് ദുന്യവിയായ പ്രതിഫലം മോഹിച്ചിട്ടല്ല, അള്ളാഹുവിന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്ന പണിയാണ് എന്ന്. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിനെ പ്രശംസിച്ചുകൊണ്ടാണ് ഈ പറയുന്ന ആയത്തുകൾ, സൂറത്തുൽ ലൈലിലുള്ള ഈ ആയത്തുകൾ, ഫഅൻദർതുകും നാറൻ തലല്ലാഹു ലാ യസ്ലഹ ഇല്ലൽ അഷ്ഖാ അല്ലദീ കദ്ദബ വതവല്ല എന്ന് പറഞ്ഞ ആയത്തുകൾ, വസയുജന്നബുഹൽ അത്ഖാ അല്ലദീ യുഅ്തി മാലഹു യതസക്ക വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ എന്ന് പറയുന്ന ഈ ആയത്ത് തുടർന്നുകൊണ്ടുള്ള ഈ ആയത്തുകൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കി എന്നുള്ളതാണ്. അതികഠിനമായ കത്തിജ്വലിക്കുന്ന നരകത്തെ ഞാൻ നിങ്ങൾക്ക് താക്കീത് നൽകുന്നു. ഏറ്റവും പരാജയപ്പെട്ട വ്യക്തികളല്ലാതെ അതിൽ ചെന്ന് പ്രവേശിക്കുകയില്ല. അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരെ കളവാക്കുകയും അവരുടെ ദഅവത്ത് സ്വീകരിക്കാൻ തയ്യാറാകാതിരിക്കുന്ന ആളുകൾ എന്നാണ്. പിന്നീട് പറയുന്ന ആ നരകശിക്ഷയിൽ നിന്ന് അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന തഖ്വയുള്ള ആളുകൾക്ക് ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്തപ്പെടും, ദൂരീകരിക്കപ്പെടും. അല്ലദീ യുഅ്തി മാലഹു യതസക്ക, അവൻ്റെ പാപമോചനവും പരിശുദ്ധിയും പ്രതീക്ഷിച്ചുകൊണ്ട് സമ്പത്തിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവാക്കുന്ന ആളുകൾ. വമാ ലി അഹദിൻ ഇൻദഹു മിൻ നിഅമത്തിൻ തുജ്സാ, പ്രതിഫലം നൽകപ്പെടേണ്ടുന്ന ഒരു ഗുണങ്ങളും ആർക്കും അദ്ദേഹത്തിൻ്റെ അടുത്തില്ല എന്ന് പറഞ്ഞ് അള്ളാഹുവിൻ്റെ വജഹുദ്ദേശിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിലാണ് ഈ ആയത്തുകൾ ഇറങ്ങിയത് എന്ന് മുഫസ്സിറുകൾ പലരും അത് പറഞ്ഞത് കാണാം. ഈ പറയുന്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലും ഉപദ്രവിക്കപ്പെടുകയും അതേപോലെ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. നൗഫൽ ഇബ്നു ഖുവൈലിദ് അദ്വി എന്ന് പറയുന്ന മനുഷ്യനൊരിക്കൽ അദ്ദേഹത്തിനെയും ത്വൽഹത്ത് ഇബ്നു ഉബൈദുള്ളയെയും പിടിച്ചിട്ട് കയറുമ കെട്ടി, ഇതിന് ഇനി മേലെ നിസ്കരിക്കാൻ പോകാൻ ഞാൻ നിങ്ങളെ അനുവദിക്കൂല, സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയായിരിക്കാം ഒരു പക്ഷേ എന്ന് പറഞ്ഞു. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രണ്ടാക്കും മോചനം കൊടുത്ത് അവർ നിസ്കരിക്കാൻ വേണ്ടി പോയി. ആ പറയുന്ന നൗഫൽ എന്ന് പറയുന്ന മനുഷ്യന് വിരുദ്ധമായി കാര്യങ്ങൾ ചെയ്തു എന്നൊക്കെ ചില ചരിത്ര പുസ്തകങ്ങളിലുണ്ട്. ഷെയ്ഖ് അതോടെ പറയുകയും ചെയ്തിട്ടുണ്ട്. വൽഹാസിൽ, ചുരുക്കത്തിൽ, അന്നഹും ലം യഅലമു ബി അഹദിൻ ദഖല ഫിൽ ഇസ്ലാം, ഇസ്ലാമിലേക്ക് വന്ന ആരെക്കുറിച്ചും ഈ മുശ്രിക്കീങ്ങൾക്ക് അറിയുന്നില്ല. ഇല്ലാ വ തസദ്ദു ലഹു ബിൽ അദാ വന്നിക്കാൽ, പല ജാതി പീഡനങ്ങളും അതേപോലെ തന്നെ ഈ പറയുന്ന ഉപദ്രവങ്ങളും മായിട്ട് അവർ നേരിട്ടു. വക്കാന ദാലിക സഹലൻ മൈസൂറൻ ബിന്നിസ്ബത്തിൽ ദുആഫാഇൽ മുസ്ലിം, ബലഹീനരായ പ്രത്യേകിച്ച് അടിമകളായ ആളുകളെ സംബന്ധിച്ച് അവർക്കത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു. വലാ സിയമ അൽ അബീദി വൽ ഇമ, അടിമകളും അടിമ സ്ത്രീകളും. ഫലം യക്കുൻ മൻ യഗ്ളബു ലഹും വയഹ്മിഹിം, ഈ അടിമകൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്ത് യജമാന്മാരും അവരുടെ സ്വാധീനത്താൽ മറ്റുള്ളവരാരും ചെയ്താൽ ഇവർക്ക് വേണ്ടിയിട്ട് ദേഷ്യപ്പെടാനോ ഇവർക്ക് വേണ്ടി ശബ്ദമുയർത്താനോ ഇവരെ സംരക്ഷിക്കാനോ സമൂഹത്തിൽ ആരുമില്ല. ബൽ കാനത്തി സാദത്തു വറുഅസാഹും അൻഫുസുഹും യഖൂമൂന ബിത്തഅദീബി, ഈ പറയുന്ന സമൂഹത്തിൽ നേതൃത്വമുള്ള തലവന്മാരായ ആളുകൾ അവരായിരുന്നു ഇങ്ങനെ പീഡിപ്പിച്ചിരുന്നത്, അവരായിരുന്നു ഇവരെ ശിക്ഷിച്ചിരുന്നത്. വയുഗുറൂന അൽ ഔബാഷ്, സാധാരണക്കാരായ അവരുടെ വാലാട്ടികളായ ആളുകളെ പ്രേരിപ്പിച്ചിരുന്നത് അവരായിരുന്നു. വലാകിൻ ബിന്നിസ്ബത്തി ലിമൻ അസ്ലമ മിനൽ കിബാരി വൽ അഷ്റാ, പ്രമുഖരായ സമൂഹത്തിൽ പേരും പ്രശസ്തിയും സ്വാധീനമുള്ള കുടുംബത്തിൻ്റെതായ പേരും അംഗീകാരവുമുള്ള ആളുകളാണെങ്കിൽ അവരെ ഇങ്ങനെ ശാരീരികമായിട്ട് ആക്രമിക്കാൻ ഇവർക്ക് പെട്ടെന്ന് കഴിയുമായിരുന്നില്ല. കാരണം അവരെ പ്രതിരോധിക്കാനും അവരെ സഹായിക്കാനും അവർക്ക് വേണ്ടി ശബ്ദമുയർത്താനും സമൂഹത്തിൽ ആളുകളുണ്ടായിരുന്നു, മുസ്ലിമീങ്ങളാണെങ്കിൽ പോലും. അതുകൊണ്ട് തന്നെ ഫലമ്മ ഖല്ലമാക്കാൻ യജ്തരി അലൈഹിം ഇല്ലാ അഷ്റാഫു ഖൗമി, സമൂഹത്തിൽ പ്രമുഖ സ്ഥാനത്തുള്ള നേതൃത്വമുള്ള ആളുകൾ, ചുരുക്കം ചില ആളുകൾ ഈ ആക്രമണങ്ങൾ ചെയ്തു എന്നുള്ളതല്ലാതെ സാധാരണക്കാരായ ആളുകൾക്ക് കഴിയുമായിരുന്നില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇവർക്കുള്ള നിലപാടുകൾ,
തൻ്റെ കൂടെ വിശ്വസിച്ച മുഅ്മിനീങ്ങളായ ആളുകളെ, സ്ത്രീകളെയും പുരുഷന്മാരെയും ഈ നിലക്ക് പീഡിപ്പിച്ചിരുന്നു. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ശാരീരികമായിട്ട് അങ്ങനെ കൂടുതൽ ആക്രമിക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അതിൻ്റേതായ ഒരു ഗാംഭീര്യവും ഒരു ഹൈബത്തും ഒരു മഹത്വവും ഒരു പ്രാധാന്യവും അള്ളാഹു നൽകിയിരുന്നു. അതിൻ്റെ പുറമെ അബൂ താലിബിൻ്റെയും ആ പറയുന്ന ബനൂ ഹാഷിമിൻ്റെയും ശക്തമായ ഒരു സംരക്ഷണവും സഹായം അതും അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രവാചകന് നൽകിയിരുന്നു. വഅമ്മാ ബിന്നിസ്ബതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഇന്നഹു കാന സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന റജുലൻ ഷഹ്മൻ, ധീരനായ ഒരു വ്യക്തിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. വഖൂറൻ, വളരെ സമൂഹത്തിൽ അന്തസ്സുള്ള, പേരും അംഗീകാരവും പ്രശസ്തിയുമുള്ള വ്യക്തിയായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. വ്യക്തിത്വമുണ്ടായിരുന്നു. ദാ ശഖ്സിയത്തിൻ ഫദ്ദ, മികച്ച ഒരു വ്യക്തിത്വമുള്ള ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. തതആലമുഹു നുഫൂസുൽ അഅദാഇ വൽ അസ്ദിഖ, ശത്രുക്കൾക്കും മിത്രങ്ങൾക്കും അള്ളാഹുവിൻ്റെ റസൂല് ഒരു ബഹുമാനമുള്ള വ്യക്തിത്വമായിരുന്നു. പെട്ടെന്ന് ആ പ്രവാചകന്റെ മുന്നിലേക്ക് അഭിമുഖീകരിക്കാനോ എന്തെങ്കിലുമായിട്ട് ചെല്ലാനൊന്നും ഒരുവിധം ആളുകൾ ധൈര്യപ്പെടാത്ത അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ. ബിഹൈത്തു ലാ യുഖാബല മിസ്ലുഹു ഇല്ലാ ബിൽ ഇജ്ലാലി വത്തശ്രീഫ്, അങ്ങനത്തെ ആളുകളെ ബഹുമാനത്തോടെ ആദരവോടെയല്ലാതെ ആളുകൾക്ക് അഭിമുഖീകരിക്കാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ റസൂൽ അങ്ങനത്തെ ഒരു വ്യക്തിത്വമായിരുന്നു. വളരെ ശക്തമായൊരു ഗാംഭീര്യമുണ്ടായിരുന്നു, ഹൈബത്തുണ്ടായിരുന്നു, ആളുകൾക്കൊരു പേടിയുണ്ടായിരുന്നു. വലാ യജ്തരി വലാ ഇഖ്തിറാ ഫിദ്ദനായ വറദാഇൽ ളിദ്ദഹു, ആ പ്രവാചകന് വിരുദ്ധമായി എന്തെങ്കിലും നിലവാരമില്ലാത്ത വൃത്തികെട്ട ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യപ്പെടൂല. ഇല്ല അറാദിലുന്നാസി വസുഫാ, വിഡ്ഢികളായ ആളുകളല്ല, നിലവാരമില്ലാത്ത വില കുറഞ്ഞ ആളുകൾക്കല്ലാതെ ആ പ്രവാചകന്റെ നേർക്ക് എന്തെങ്കിലും ഇങ്ങനത്തെ വാക്കോ പ്രവൃത്തിയുമായി ചെല്ലാൻ പലർക്കും അത് പേടിയായിരുന്നു. നേർക്ക് നേരെ ചെന്ന് ഇത് ചെയ്യാൻ അവർക്ക് ധൈര്യമില്ലായിരുന്നു. വമഅദാലിക്, എന്നാൽ അതോടുകൂടെ കാനഫി മൻ അത്തി അബി താലിബിൻ, അബൂ താലിബിന്റെ ഒരു സംരക്ഷണം ഉണ്ടായിരുന്നു പ്രവാചകൻ. അബൂ താലിബ് എന്ന് പറയുന്നത് മിർജാലി മക്കത്തൽ മാദൂദീൻ, മക്കയിൽ എണ്ണപ്പെട്ട ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളായിരുന്നു. വകാന മുഅല്ലമൻ ഫി അസ്ലിഹി, കുടുംബപരമായിട്ട് വളരെ ബഹുമാനമുള്ള ആളായിരുന്നു. മുഅല്ലമൻ ബൈനന്നാസ്, അതേപോലെ തന്നെ ആ സമൂഹത്തിലും ബഹുമാനം ആദരവുള്ള ആളായിരുന്നു അബൂ താലിബ്. ഫകാന മിനസ്സാബി അൻ യജ്സിറ അഹദുൻ അലാ ഇഖ്ഫാരി ദിമ്മത്തിഹി വസ്തിബാഹത്തി ബൈളത്തിഹി, ആ പറയുന്ന അബൂ താലിബിന്റെ സംരക്ഷണം തകർക്കാനോ അദ്ദേഹത്തിന്റെ ആ പറയുന്ന സംരക്ഷണം അതിനെ വില കുറച്ച് കാണാനോ ഒരാൾക്കും പ്രത്യേകിച്ച് അങ്ങനെ ആളുകൾക്ക് ധൈര്യം കിട്ടാതിരിക്കുക എന്നുള്ള ഒരവസ്ഥയായിരുന്നു. അതിന് കഴിയൂലായിരുന്ന ആളുകൾക്ക്. ഇന്ന ഹാദൽ വദഅ അഖ്ലഖ ഖുറൈശൻ വഅഖാമഹും വഅഖഅദഹു, അപ്പോൾ ഇങ്ങനത്തെ ഒരവസ്ഥയിൽ അവരുടെ ഇലാഹുകളെയും അവരുടെ ആദർശങ്ങളെയും അള്ളാഹുവിൻ്റെ റസൂല് അത് വിമർശിക്കുകയും ചെയ്യുക, അതിന് വിരുദ്ധമായി പ്രബോധനവുമായിട്ട് പരസ്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂല് രംഗത്ത് ഉണ്ടാകുകയും ചെയ്യുക. അബൂ താലിബിൻ്റെ ഭാഗത്തിൽ കൂടെയുള്ള ഒരു സംരക്ഷണം ഒരു ഭാഗത്തിൽ കൂടെ, പ്രവാചകന്റെ വ്യക്തിത്വം മറുഭാഗത്തിൽ കൂടെ, ഖുറൈശികൾക്ക് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ കഴിയാതെ അവരത് ഉത്കണ്ഠപ്പെടുത്തി. അവരെ നിർത്തുകയും ഇരുത്തുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ അവർക്ക് കൃത്യമായി പ്രവാചകനോട് എന്ത് ചെയ്യണമെന്ന് പറയുന്ന ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയാത്ത അവസ്ഥയാണ്. അങ്ങനെ വദഅഹും ഇലാ തഫ്കീരിൻ സലീമിൻ യുഖ്രിജുഹും മിനൽ മഅ്സക്കി, ഈ പറയുന്ന അവരകപ്പെട്ട ദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഏറ്റവും സുരക്ഷിതമായ ഒരു മാർഗം എന്താണ് എന്നവർ അന്വേഷിക്കാൻ തുടങ്ങി. ദൂന അൻ യഖഉ ഫീ മഹ്ദൂരിൻ ലാ യുഹ്മദു ഉഖ്ബ, കുടുംബപരമായിട്ട് എന്തെങ്കിലും ആക്രമണം പ്രവാചകൻ എന്തെങ്കിലും ചെയ്താൽ ബനൂ ഹാഷിം, അബൂ താലിബിന്റെ കുടുംബങ്ങളായ ബനൂ ഹാഷിമും മറ്റുള്ള സമൂഹത്തിൽ അറിയപ്പെട്ട പല ആളുകളും അബൂ താലിബിനോടുള്ള ബഹുമാനാദരവിന്റെ പേരിൽ എന്തെങ്കിലും ഒരു അപകടത്തിലേക്ക് വിഷയം എത്താനും പാടില്ല. പ്രവാചകനാണെങ്കിൽ ഈ പറയുന്ന ദഅവത്തിൽ നിന്നിട്ടും ഈ നിലപാടിൽ നിന്നും അവർക്ക് പിന്മാറ്റം വേണം. അപ്പോൾ എന്തു ചെയ്യും, എന്താണ് ഇതിന് പരിഹാരം? അങ്ങനെ അവർ ചിന്തിച്ചു. വഖദ് ഹദാഹും ദാലിക ഇലാ അൻ യഖ്താറു സബീലൽ മുഫാവളാത്തി മഅൽ മസ്ഊലിൽ അക്ബർ അബി താലിബിൻ, ഏതാണെങ്കിലും നമുക്ക് അബൂ താലിബിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളും സംസാരിച്ച് ഒന്ന് ചർച്ച ചെയ്തിട്ട് ഇതിന് വ്യക്തമായൊരു പരിഹാരം നമുക്ക് ഉണ്ടാക്കിയേ മതിയാകുള്ളൂ എന്നുള്ള ഒരു നിലപാടിലേക്ക് അവരെത്തുകയാണ്. പക്ഷേ വലാകിൻ മാ ശൈഇൻ കബീരിൻ മിൻ ഹിക്മത്തി വൽ ജിദ്ദിയ, വളരെ ശക്തമായ ഒരു തൻ്റെ ഇടത്തോടുകൂടെ വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടെ ഇത് പറ്റുള്ളൂ. അതല്ലാതെ ദേഷ്യത്തോടുകൂടെ, എടുത്തുചാട്ടത്തോടുകൂടെ, പ്രകോപനത്തോടുകൂടെ ഇത് ചെയ്തിട്ട് കയ്യിൽ നിന്ന് വിട്ടുപോകാൻ ഒരിക്കലും ഇടവരും ചെയ്യരുത്. ആ നിലക്ക് വമാനോഇൻ ഉസ്ലൂബി തഹദി, എന്നാൽ അബൂ താലിബിനോട് ചില വെല്ലുവിളികൾ നമ്മൾ നടത്തും വേണം, ചില ഭീഷണികൾ വേണേണം, അത് പരസ്യമായിട്ടാകും ചെയ്യരുത്. ആ നിലക്കുള്ളൊരു തീരുമാനത്തിൽ അവരെത്തിയിട്ട് അബൂ താലിബിനെ സമീപിക്കാൻ വേണ്ടി അവർ പോവുകയാണ്. മുഹമ്മദ് ബിൻ ഇസ്ഹാഖ് റഹ്മത്തുള്ളാഹി അലൈഹി ആ സംഭവം പറഞ്ഞ മശാ റിജാലുൻ മിൻ അഷ്റാഫി ഖുറൈശിൻ ഇലാ അബി താലിബിൻ, ഖുറൈശികൾപ്പെട്ട പ്രമുഖരായ ആളുകൾ അബൂ താലിബിൻ്റെ അടുത്തേക്ക് പോയി. എന്നിട്ട് അവർ പറഞ്ഞു, യാ അബാ താലിബ് ഇന്ന ബന അഖീക, നിങ്ങളുടെ സഹോദരന്റെ മകനായ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് സബ്ബ ആലിഹത്തന, ഞങ്ങളുടെ ഇലാഹുകൾ അവൻ ചീത്ത വിളിച്ചിട്ടുണ്ട്.
വആബദീനന ഞങ്ങളുടെ ഈ ആദർശം ഈ മതത്തെ അവൻ ആക്ഷേപിച്ചിട്ടുണ്ട്. വസഫഹ അഹ്ലാമന ഞങ്ങളുടെ സ്വപ്നങ്ങളൊക്കെ അവൻ തകർത്തിട്ടുണ്ട്. ഞങ്ങൾ സ്വപ്നം കെട്ടുന്നത് അള്ളാഹുവിനേറ്റവും അടുത്തവരാണ്, സമൂഹത്തിൽ ഉയർന്നവരാണ്, ഏറ്റവും നല്ല ആദർശത്തിന്റെ ആളുകളാണ് എന്ന് പറയുന്ന സ്വപ്ന ലോകത്ത് അവർ ജീവിക്കുന്നു. അതൊക്കെ വിഡ്ഢിത്തരമാണ് എന്നവൻ പറയുന്നുണ്ട്. വല്ലല്ല ആബാഅന മരിച്ചു പിരിഞ്ഞു പോയ ഞങ്ങളുടെ പിതാമഹന്മാരൊക്കെ അവർ വഴികേടിലാണ് എന്നവൻ പറയുന്നുണ്ട്. ഫഇമ്മ അൻ തകുഫഹു അന്ന അതുകൊണ്ട് ഈ പറയുന്ന നിന്റെ സഹോദരന്റെ മകനെ ഒന്നിരിക്കൽ ഞങ്ങളിൽ നിന്ന് അവനെ നീ തടയണം. വഇമ്മ അൻ തുഖല്ലിയ ബൈനനാ വബൈനഹു അതല്ലെങ്കിൽ അവനെ ഞങ്ങൾക്ക് നീ വിട്ടുതരണം. ഇതാണ് അവരുടെ ആവശ്യം. ഫഇന്നക അലാ മിസ്ലി മാ നഹനു അലൈഹി മിൻ ഖിലാഫിഹി ഈ പറയുന്ന നിലക്ക് അവൻ പോകുക എന്നുള്ളത് ഒരിക്കലും ഞങ്ങൾക്ക് സമ്മതമല്ല. ഞങ്ങളും അവന് തമ്മിൽ വിരോധമാണ്. ഫനക്ഫീകഹു നീ ഞങ്ങൾ പറയുന്നത് കേൾക്കൂല എന്നുണ്ടെങ്കിൽ അവന്റെ കാര്യം ഞങ്ങൾ നിനക്ക് മതിയാക്കി തരാം. അപ്പൊ അബൂ താലിബ് അവരോട് പറഞ്ഞു ഖൗലൻ റഖീഖൻ വളരെ മയമായ നിലക്ക് പറഞ്ഞു. വറദ്ദഹും റദ്ദൻ ജമീൽ നല്ല നിലക്ക് അവരെ പറഞ്ഞ് സമാധാനിപ്പിച്ച് മടക്കി വിട്ടു. അവരോട് ഒരു പരുഷമായ നിലക്ക് സംസാരിക്കുക, പ്രകോപനപരമായിട്ട് കാര്യത്തിന് രംഗം വഷളാക്കിയ ചെയ്യാതെ വളരെ മയമായ നല്ല നിലക്കുള്ള പ്രതികരണം ചെയ്തിട്ട് അവരെ മടക്കി പറഞ്ഞയച്ചു. ഫൻസറഫു അന്നു അപ്പോൾ അവർ സമാധാനത്തോടുകൂടെ പിരിഞ്ഞുപോയി. വമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതൊരു നിലപാടിലായിരുന്നോ ആ ദഅവത്തിലായിട്ട് പ്രവാചകൻ മുന്നോട്ട് പോയി. യുദ്ഹിറു ദീനല്ലാഹി വയദ്ഉ ഇലൈഹി പരസ്യമായിട്ട് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ആളുകളിൽ അത് പ്രബോധനം നടത്തി പരസ്യമായി ആളുകൾക്ക് അത് അറിയിച്ചു കൊടുത്തുകൊണ്ട്. വലാകിൻ ലം തസ്ബിർ ഖുറൈശുൻ തവീലൻ പക്ഷേ ഈ പറയുന്ന നിലപാടിൽ മാറ്റമില്ല എന്ന് കണ്ടപ്പോൾ ഖുറൈശുകൾക്ക് ക്ഷമിക്കാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഹത്താ റഅതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം മാലിയൻ ഫി അമലിഹി വദഅവതിഹി ഇലല്ലാഹ് പ്രവാചകൻ സ്വതന്ത്രനായിട്ട് മുമ്പത്തെ അതേപോലെ മുന്നോട്ട് പോകുന്നത് കാണാണ്. ബൽ അക്സറത്ത് ദിക്റഹു വതദാമറത്ത് ഫീഹി ആ പറയുന്ന ഖുറൈശികൾ പ്രവാചകനെ കുറിച്ച് കൂടുതൽ വിഷയം ചർച്ച ചെയ്തു. പ്രവാചകനെ കുറിച്ച് അവർ പരാതികൾ കൂടുതൽ വരാൻ തുടങ്ങി. അപ്പോൾ ഹത്താ ഖററത്ത് മുറാജഅത്ത് അബീ ത്വാലിബിൻ ബി ഉസ്ലൂബിൻ അഗ്ലള വഅഖ്സാമിൻ സാബിഖ് മുമ്പത്തിലേറെ കുറച്ച് പരുഷമായി കുറച്ച് ഗൗരവത്തോടുകൂടെ അബൂ ത്വാലിബിനോട് രംഗം ഒന്നുകൂടി നമുക്ക് ഉണർത്തണമെന്ന് തീരുമാനിച്ച് രണ്ടാമത് അവർ അബൂ ത്വാലിബിന്റെ അടുത്തേക്ക് വരികയാണ്. ഖുറൈശി പ്രമുഖന്മാർ രണ്ടാമത് വന്ന് അബൂ ത്വാലിബിന്റെ അടുത്ത് എന്നിട്ട് അവർ പറഞ്ഞു യാ അബാ ത്വാലിബ് ഇന്നലക സിന്നൻ വ ഷറഫൻ വ മൻസിലതൻ ഫീന നിങ്ങൾ ഞങ്ങളിലേറെ പ്രായമുള്ള ആളാണ്, ഞങ്ങളിലേറെ ബഹുമാനാദരണീയനാണ്, ഞങ്ങളിൽ വളരെ സ്ഥാനമുള്ള ആളാണ്. വ ഇന്നാ ഖദ് ഇസ്തഹൈനാക മിൻ ഇബ്നി അഖീക ഫലം തൻഹഹു അന്ന നിന്റെ സഹോദരന്റെ മകനെ ഈ പറയുന്ന തെറ്റുകളിൽ നിന്ന് നീ വിരോധിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങൾ എന്നോട് പറഞ്ഞു, പക്ഷേ നീ ഇതുവരെ വിരോധിച്ചിട്ടില്ല. വ ഇന്നാ വല്ലാഹി ലാ നസ്ബിറു അലാ ഹാദാ മിൻ ശത്മി ആബാഇന ഈ ഒരു അവസ്ഥയിൽ ക്ഷമിക്കാൻ ഞങ്ങൾക്ക് ഒരിക്കലും കഴിയൂല. ഞങ്ങളുടെ പിതാക്കന്മാരെ ചീത്ത പറയാണ്, ഞങ്ങളുടെ സ്വപ്നങ്ങളെ അവൻ വിഡ്ഢിത്തരത്തിലാക്കുകയാണ്, ഞങ്ങളുടെ ആരാധ്യരെ അവൻ ആക്ഷേപിക്കുകയാണ്. അതുകൊണ്ട് ഒന്നിരിക്കൽ അവനെ ഈ പറയുന്ന നിലപാടിന് നീ തടയണം. ഔ നുനാസിലഹു വ ഇയ്യാക ഫീ ദാലിക് അതല്ലെങ്കിൽ ഞങ്ങൾ നിന്നോടൊരു വെല്ലുവിളിയിലാണ്, ആക്രമണത്തിൽ തയ്യാറാകാണ്, ഏറ്റുമുട്ടേണ്ടി വരും, നിങ്ങളതിന് തയ്യാറായിക്കോളി എന്നുള്ള ഭീഷണി. ഹത്താ യഹ്ലിക അഹദുൽ ഫരീഖൈൻ ഏതെങ്കിലും ഒരു കൂട്ടർ നാട്ടിൽ നിന്നാൽ മതി, മറ്റുള്ളവർ നശിച്ചോട്ടെ. ഒന്നിരിക്കൽ ഞങ്ങൾക്ക് വിജയം, അല്ലെങ്കിൽ നിനക്കും നിന്റെ മകനും അവൻ്റെ കൂടെയുള്ള ആൾക്കും വിജയം, ഏതൊരു തീരുമാനത്തിലെത്തണം. ഇതൊരു വെല്ലുവിളിയാണ്. ഇതാണ് പറഞ്ഞത്. അപ്പോൾ അളുമ അല അബി താലിബിൻ ഹാദൽ വഈദു വതഹദീദു ശരി ശക്തമായ ഭീഷണി ഈ പറയുന്ന അവരുടെ ഈ വഈദ് അബൂ താലിബിന് വല്ലാതെ പ്രയാസമായി. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആളെ പറഞ്ഞയച്ചു. എന്നിട്ട് പറഞ്ഞു യാ ഇബ്ന അഖി സഹോദരന്റെ മകനെ ഇന്ന ഖൗമക ഖദ് ജാഊനി നിന്റെ ജനങ്ങളാണ് ഖുറൈശികൾ എൻ്റെ അടുത്ത് വന്നിരുന്നു, അവരെന്നോട് ഇന്നും ഭീഷണി വാക്കുകളൊക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഫഅബ്ഖി അലയ്യ വഅലാ നഫ്സി കുറച്ച് ആശ്വാസം, ദഅവത്തിൽ കുറച്ച് മയം കാണിക്കണം, കുറച്ച് ആശ്വാസം എനിക്കും നിനക്കും നീ ഉണ്ടാക്കണം. വലാ തഹ്മിൽനി മിനൽ അംരി മാ ലാ ഉതീഖ് എനിക്ക് കഴിയാത്ത പ്രായമായിട്ടുണ്ട്, ബലഹീനനായിട്ടുണ്ട്, കഴിയാത്ത കാര്യങ്ങളൊന്നും എൻ്റെ പെരടിയിൽ നീ വെച്ച് കെട്ടരുത്, അതായത് പ്രയാസം ഉണ്ടാക്കരുത്, ഒരു അഡ്ജസ്റ്റൊക്കെ ചെയ്യണം, പറയുന്ന കുറേ കാര്യങ്ങളിലൊക്കെ നീയൊക്കെ മാറ്റം വരുത്തണം, അവരുടെ കാര്യത്തിനൊക്കെ ഒരു വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാവണം, ദഅവത്തിൽ കുറച്ച് വിട്ടുവീഴ്ചയൊക്കെ ചെയ്യാൻ തയ്യാറാകണം എന്നുള്ളതാണ്. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തോന്നുകയാണ് അബൂ താലിബ് ഇനി എനിക്ക് സഹായിക്കൂല, എൻ്റെ എതിർപക്ഷത്തായിരിക്കും, എൻ്റെ ഈ നിലപാടിനോട് പൂർണ്ണമായിട്ട് എതിർപ്പാണ് എന്ന് തോന്നി. അന്നഹു ളഅഫാൻ സഹായിക്കൂല, ബലഹീനമായി, ഇനി അദ്ദേഹത്തിന് സഹായം ഉണ്ടാവില്ല എന്ന് തോന്നി. അപ്പോൾ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ താലിബിനോട് പറഞ്ഞു യാ അമ്മി വല്ലാഹി ലൗ വളഉ ശംസ ഫീ യമീനി വൽ ഖമറ ഫീ യസാരി അവർ ഈ ഖുറൈശികൾ എൻ്റെ വലത്തെ കയ്യിൽ സൂര്യനും ഇടത്തെ കയ്യിൽ അവർ ചന്ദ്രന് വെച്ച് തന്നു എന്ന് വെക്കുക, എന്നാൽ പോലും എൻ്റെ ഈ ആദർശം ഒഴിവാക്കണം, ഈ ദഅവത്ത് നിർത്തണം, അവരുടെ ബിംബങ്ങളെ അവർക്ക് ഇഷ്ടപ്പെട്ട നിലക്ക് പറയണം, പ്രശംസിക്കണം എന്ന് എന്നോട് പറഞ്ഞാൽ പോലും
ഞാനിത് ഒഴിവാക്കാൻ തയ്യാറല്ല. ഹത്താ യുദ്ഹിറഹുല്ലാഹു, അള്ളാഹു ഈ ദഅവത്തിനെ വിജയിപ്പിക്കുന്നത് വരെ, അതല്ലെങ്കിൽ ഈ മാർഗത്തിൽ ഞാനിവിടെ മരിച്ചു പിരിഞ്ഞ് നശിച്ചു പോകുന്നത് വരെ മാ തറക്കത്തുഹു, ഞാനിത് ഒഴിവാക്കൂല എന്ന വാക്ക് ലഫ്ള് പദമാണ് ഇവിടെ ഷെയ്ഖ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹിയൊക്കെ പറയുന്നത് ഈ വാക്ക് സഹീഹായ നിലക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ അതിനോട് യോജിച്ച മറ്റ് ചില വാക്കുകൾ ഹദീസിൻ്റെ ലഫ്ളുകളിൽ വരികയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഷെയ്ഖ് മുബാറക് ഫൂരി പറഞ്ഞത് ഇങ്ങനെയാണ്. പക്ഷേ പ്രസിദ്ധമായിട്ട് പല ആളുകളുടെയും സംസാരത്തിലും എഴുത്തിലും ഈ വാക്കുകളാണുള്ളത്. പക്ഷേ അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു ഇങ്ങനല്ല. ഹദീസിൻ്റെ കിതാബുകളിൻ്റെ സനദും കാര്യങ്ങളും പരിശോധിച്ച് നമുക്ക് കാണുന്നില്ല. അവിടെ സ്വീകാര്യയോഗ്യമായ ലഫ്ളുകൾ പദങ്ങൾ വന്നത് മാ അനബി അഖ്ദറ അല അൻ അദ്അലക്കും ദാലിക്, നിങ്ങൾ പറയുന്ന അഡ്ജസ്റ്റ്, വിട്ടുവീഴ്ച, മയം കാണിക്കുക, എൻ്റെ ഈ നിലപാടിന് പിന്മാറുക, അതിന് എനിക്കൊരിക്കലും കഴിവില്ല, ഞാനതിന് സാധ്യമല്ല. അലാ അൻ തസ്തശ്ഇലു ലീ മിൻഹാ ശുഅലതൻ യഅനി അശം, സൂര്യനിൽ നിന്ന് ഒരു തീനാളം എനിക്ക് നിങ്ങൾ കത്തിച്ചു തന്നാൽ പോലും, സൂര്യനിൽ നിന്ന് ഒരു തീനാളം എനിക്ക് നിങ്ങൾ കത്തിച്ചിങ്ങോട്ട് തന്നാൽ പോലും അവർ ഈ പറയുന്നത് സ്വീകരിക്കാൻ എനിക്ക് പ്രാപ്തമല്ല, കഴിയൂല. ഈ ആദർശത്തിൽ വ്യതിചലിക്കാനോ അവരുടേതിനെ അനുസരിച്ചുകൊണ്ട് അതിനോട് മയപ്പെട്ട് ജീവിക്കാനും സമരപ്പെട്ടു പോകാൻ കഴിയൂല എന്നുള്ള വാക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്നുള്ള. ശക്തമായി തൻ്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കുകയും നിലപാട് കൃത്യമായി പിതൃവിൻ്റെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിൻ്റെ റസൂൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു. ثم استعبر وبكى, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ഒലിക്കുകയും ആ പിതൃവിൻ്റെ മുന്നിൽ വെച്ച് കരയാനും തുടങ്ങി. നിസ്സഹായനാണ്. അള്ളാഹുവിൻ്റെ കൽപ്പന ഈ പറയുന്ന അള്ളാഹുവിൻ്റെ കൽപ്പനയുമായി മുന്നോട്ട് പോകണം എന്നുള്ളത്. ശത്രുക്കളുടെ ഭാഗത്ത് ശക്തമായ സമ്മർദ്ദമുണ്ട്, എതിർപ്പുണ്ട്. പ്രായാധിക്യത്തിലുള്ള രാവും പകലും താങ്ങും തണലുമായ പിതാവിന് തുല്യനായ പിതൃവിന് പ്രയാസമുണ്ട്. പക്ഷേ അള്ളാഹുവിൻ്റെ ദീനാണ്, അതിൽ അഡ്ജസ്റ്റിനോ വിട്ടുവീഴ്ചക്കോ സാധ്യമല്ല താനും. അപ്പം നിസ്സഹായനായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ണിൽ നിന്ന് കണ്ണീരൊലിക്കുകയും കരയുകയും ചെയ്തു. വഖാമ, ആ സദസ്സിൽ നിന്ന് എണീറ്റുപോയി. അപ്പൊ ഫലമ്മ വല്ല നാദാഹു അബൂ താലിബിൻ, ആ സദസ്സിൽ നിന്ന് പ്രവാചകൻ പിരിഞ്ഞു പോയപ്പോൾ അബൂ താലിബ് റസൂലിനെ വിളിച്ചു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് കണ്ണീരൊലിച്ച് ആ സദസ്സിൽ നിന്ന് അബൂ താലിബിൻ്റെ അടുത്ത് നിന്ന് എണീറ്റ് പോയി. ഫലമ്മ വല്ല നാദാഹു അബൂ താലിബിൻ, അങ്ങനെ പിരിഞ്ഞു പോയപ്പോൾ അബൂ താലിബ് തിരിച്ചു വിളിച്ചു. അങ്ങനെ ഫലമ്മ അഖ്ബൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിട്ട് വന്ന സമയത്ത് പറഞ്ഞു, ഇദ്ഹബ് യബ്ന അഖി, എൻ്റെ സഹോദരൻ്റെ മകനെ നീ പൊയ്ക്കോ. ഫഖുൽ മാ അഹ്ബബ്ത്, നീ എന്താണോ ഉദ്ദേശിച്ചത് അത് നീ പറഞ്ഞോ. ഫവല്ലാഹി ലാ ഉസ്ലിമുക ലിശൈഇൻ അബദാ, ശത്രുക്കൾക്ക് ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന വിഷയേൽ ഒരിക്കലും ഞാൻ നിന്നെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കൂല. നീ പൂർണ്ണ സ്വതന്ത്രനായിട്ട് നിന്റെ മനസ്സിലുള്ളത്, നിന്റെ ആദർശം എന്താണോ, നിലപാടെന്താണോ അത് നീ പറഞ്ഞു. ഇത്ര ബഹുമാന ആദരവോടുകൂടെ ഇത്തരം സംരക്ഷണങ്ങൾ, സഹായങ്ങൾ ദഅവത്തിനടക്കം ചെയ്ത വ്യക്തിയാണ് അബൂ താലിബ്. ആ അബൂ താലിബ് ചീത്ത കൂട്ടുകാരുടെ പ്രേരണ കാരണം മരിക്കാൻ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ കഴിയാതെ, തൗഫീഖില്ലാതെ, ദുഷിച്ച കൂട്ടുകാരുടെ പ്രേരണ കാരണം ആ മനുഷ്യൻ ശിർക്കിലായി ഈ ലോകത്ത് നിന്ന് മരിച്ചു പിരിഞ്ഞു പോവുകയാണ്. ഇത്രത്തോളം ഈ വിഷയങ്ങൾ നമ്മൾ പാഠമാക്കേണ്ടതുണ്ട്, ഗൗരവത്തോടുകൂടെ കാണേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താങ്ങും തണലുമായി, അദ്ദേഹം പ്രായമായിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്, ബലഹീനനായിട്ടുണ്ട്, നിസ്സഹായനായിട്ടുണ്ട്. ശത്രുക്കളുടെ ഭാഗത്തിൽ നാനാഭാഗത്തിൽ കൂടെ സമ്മർദ്ദങ്ങൾ വരുന്ന സമയത്ത് പോലും അദ്ദേഹം പറയാണ്, നീ നിന്റെ ഉദ്ദേശിച്ചത് പറഞ്ഞോ, ശത്രുക്കൾക്ക് ഒരിക്കലും ഞാൻ നിന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അബൂ താലിബ് അവിടെ വെച്ച് ചില പദ്യങ്ങൾ പറഞ്ഞു. അതിൽപ്പെട്ട പ്രസിദ്ധമായ 2 വരികൾ, വല്ലാഹി ലൻ യസ്ലു ഇലൈക ബിജംഇഹിം ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീന ഫസ്ദാ ബിഅംരിക മാ അലൈക ഗലാളത്തുൻ വബ്ശിർ വഖറ ബിദാക മിൻക ഉയൂന. അല്ലാഹുവാണ് സത്യം. ലൻ യസ്ലു ഇലൈക ബിജംഇഹിം, ഈ ശത്രുക്കൾക്ക്, ആൾക്കൂട്ടങ്ങൾക്ക് നിന്റെ അടുത്തേക്ക് വരാൻ കഴിയേയില്ല. ഹത്താ ഉവസ്സദ ഫിത്തുറാബി ദഫീന, എന്നെ മണ്ണിൽ കൊണ്ടുപോയി കുഴിച്ചു മൂടപ്പെട്ട് എൻ്റെ തലക്ക് മണ്ണിനെ തലയണ വെക്കുന്ന കാലത്തോളം, എൻ്റെ തല മണ്ണിൽ കുത്തുന്ന കാലത്തോളം ചുരുക്കത്തിൽ. അതുകൊണ്ട് ഫസ്ദാ ബി അംരിക്, നിന്നോട് കൽപ്പിക്കപ്പെട്ടത് എന്താണ് അള്ളാഹുവിൽ നിന്ന്, എന്താണ് നിന്റെ കാര്യം, അതുമായി നീ മുന്നേറിക്കോ. മാ അലൈക ഗലാദത്തിന്, ഒരു വിമർശനം, ഒരാക്ഷേപം, ഒരു കുറ്റപ്പെടുത്തലും നീ പേടിക്കണ്ട. വഅബ്ശിർ, നീ സന്തോഷിച്ചോ. വഖറ ബിദാക മിൻക ഉയൂന, നിന്റെ കൺ കുളിർമയായിക്കോ, ആനന്ദത്തോടുകൂടെ സംതൃപ്തിയോടുകൂടെ നിന്റെ ആദർശത്തിൽ നീ മുന്നേറിക്കോ.
ഇത്ര ധൈര്യത്തിൻ്റെ വാക്കുകൾ അബൂ താലിബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു എന്നുള്ളതാണ്. അദ്ദേഹം അബൂ താലിബിൻ്റെ പദ്യസമാഹാരങ്ങളുടെ കൂട്ടത്തിൽ ഈ പറയുന്ന പദ്യങ്ങൾ ഉണ്ട് എന്നുള്ള ചരിത്രകാരന്മാർ പറയുന്നു. അങ്ങനെ പിന്നെ മൂന്നാമത് വീണ്ടും അബൂ താലിബിൻ്റെ അടുത്തേക്ക് ഖുറൈശികൾ വന്നു എന്നുള്ളത് ഷെയ്ഖ് റഹിമഹുല്ലാഹി ഇതിൽ പറയുന്നുണ്ട്. പക്ഷേ അത് പിന്നെ ചരിത്രത്തിൻ്റെ പുസ്തകങ്ങൾ സ്വീകാര്യോഗ്യമായ നിലക്കും അത് റിപ്പോർട്ടിൽ വന്നിട്ടില്ലാത്തതുകൊണ്ട് ആ ഭാഗം ഞാൻ പറയുന്നില്ല. ഇതുപോലത്തെ ചർച്ചകളും കാര്യങ്ങളും വന്നു. വലീദ് ബിൻ മുഗൈറയുടെ മകനായ ഇമാറ എന്ന് പറയുന്ന മകനെ കൊണ്ടുവന്നിട്ട് യുവാവിനെ കൊണ്ടുവന്ന് ഇവന് പകരം അബൂ താലിബെ ഈ മകനെ പോറ്റുമകനായി സ്വീകരിച്ച് മുഹമ്മദിനെ വിട്ടുകൊണ്ട എന്ന് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ അദ്ദേഹം അത് നിരസിച്ചു എന്ന് പറയുന്ന ഭാഗങ്ങളാണ്. ചരിത്രത്തിൽ പോലും അതിൻ്റെ ഒരു പിൻബലം കൃത്യമായി ഇല്ല എന്ന് പറയപ്പെടുന്നു. അതിൻ്റെ ശേഷം പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ബഹുമാന ആദരവായ ദാത്തിനെ, റസൂലിൻ്റെ ശരീരത്തിനെ ഇതുപോലെ ആക്രമിക്കാനും ഉപദ്രവിക്കാനും ശ്രമിക്കാനും മുശ്രിക്കുകൾ സഹിക്കാൻ കഴിയാതെ വഖ്തറഖത്ത് ഖുറൈശു മാ കാനത്ത് തആലമുഹു. അല്ലാഹുവിൻ്റെ റസൂലിന് അവർക്ക് എന്തെന്നില്ലാത്ത ഒരു ഹൈബത്തുണ്ടായിരുന്നു, ആദരവുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ ശരിയാണ്. അതൊക്കെ തകർന്നു പോകുകയാണ്. അവരുടെ ഇലാഹുകളെയും ആദർശങ്ങളെയും വിമർശിച്ചതിൻ്റെ പേരിൽ അവർക്കൊരിക്കലും സഹിക്കാൻ കഴിയാതിരിക്കുകയാണ്. അങ്ങനെ ആ ബഹുമാനം ആദരവുകളൊക്കെ തകർന്നു പോയി. ഫഖദ് സഇബ അലാ ഗത്റസതിഹാ വകിബ്രിയാഇഹാ. മുശ്രിക്കീങ്ങളുടെ ആ അഹങ്കാര ധിക്കാരത്തിൽ അവർക്ക് താൻ കഴിയാതെ വരികയാണ്. അൻ തസ്ബിറ തവീൽ, ദീർഘമായി ക്ഷമിക്കാൻ. അബൂ താലിബ് ആണെങ്കിൽ ഒരു കാര്യം സ്വീകരിക്കണമില്ല, എതിർക്കണമില്ല, തടയണമില്ല. അപ്പൊ ഫമദ്ദത്ത് യദുൽ ഇഅ്തിദാഇ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ശത്രുക്കളുടെ കരങ്ങൾ അല്ലാഹുവിന്റെ പവിത്രമായ നഫ്സിലേക്ക്, ശരീരത്തിലേക്ക് നീളാൻ തുടങ്ങി. മാമാ കാനത്ത് തീഹി മിന സുഖ്യ, പരിഹാസങ്ങളുണ്ട്, ചീത്ത വിളിക്കലുണ്ട്, ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും അവിടുത്തെ ദൈവത്തിന്റെ പേരിൽ അവർ മെനയുന്നുണ്ട്. അതിൻ്റെയൊക്കെ പുറമെ ശാരീരികമായിട്ട് തന്നെ ആക്രമിക്കാൻ വേണ്ടി അവർ തയ്യാറാകുക. സ്വാഭാവികമായിട്ടും അതിൻ്റെ മുന്നിൽ, ശാരീരികമായ ആക്രമണത്തിന്റെ മുന്നിൽ നിൽക്കുന്നത് അവിടുത്തെ പിതൃവിനായ അബൂ ലഹബ് എന്ന് പറയുന്ന ദുഷ്ടനായ മനുഷ്യനാണ്. ലഅനത്തുല്ലാഹി അലൈഹി. അബൂ ലഹബ് അവർക്ക് നേതൃത്വം കൊടുക്കുന്നത്. കാരണം കുടുംബത്തിൽപ്പെട്ട ആളാണ്, ബനൂ ഹാഷിമിൽപ്പെട്ട ആളാണ്. മറ്റുള്ള ആളുകൾക്കൊരു സഹായമായിട്ട് ഈ മനുഷ്യൻ മുന്നിലുണ്ടാകുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങൾ എളുപ്പമാകും. ഫഇന്നഹു കാന അഹദ റൂസി ബനി ഹാഷിം. അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ബനൂ ഹാഷിം കുടുംബത്തിൽപ്പെട്ട തലവനായിരുന്നു. അബൂ താലിബിനെ പോലത്തെ പിതൃവ്യനാണ്. കാണാൻ നല്ല അഴകും സൗന്ദര്യവുമുള്ള വ്യക്തിയായിരുന്നു. തലയെടുപ്പുള്ള ആളായിരുന്നു അബൂ ലഹബ്. ഫലം യകുൻ യഖ്ഷാ മാ യഖ്ഷാഹുൽ ആഖിറൂൻ. മറ്റ് കുടുംബങ്ങളിലുള്ള ആളുകൾക്ക് ഭയപ്പെടുന്നത് പോലെ അബൂ ലഹബിന് ഇതിൽ പേടിക്കാനില്ല. സ്വന്തം സഹോദരന്റെ മകനാണ്, കുടുംബത്തിൽപ്പെട്ട ആളാണ്. അബൂ ലഹബ് കുടുംബത്തിൽപ്പെട്ട പ്രമുഖനായ വ്യക്തിത്വമാണ്. വകാന അദുവൻ ലദൂദൻ ലിൽ ഇസ്ലാമി വ അഹ്ലിഹി. അബൂ ലഹബ് എന്ന് പറയുന്ന മനുഷ്യൻ ഇസ്ലാമിനോടും അതിൻ്റെ ആളുകളോടുമുള്ള ശക്തമായ ശത്രുതയുള്ള ആളായിരുന്നു. വഖദ് വഖഫ മൗഖിഫൽ അദാഇ മിൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുൻദുൽ യൗമിൽ അവൽ. നുബുവത്ത് കിട്ടിയ ആദ്യ ദിവസങ്ങളിൽ തന്നെ അബൂ ലഹബിന്റെ ചരിത്രം നമ്മൾ മുമ്പ് പറഞ്ഞ സുഫാ പർവ്വതത്തിന്റെ മുകളിൽ റസൂൽ ദഅവത്ത് നടത്തിയ സമയത്തിൽ ആ നിലപാടുകൾ അങ്ങനെയായിരുന്നു. വഅതദ അലൈഹി ഖബല അൻ തുഫക്കിറ ഫീഹി ഖുറൈശ്. മറ്റു ഖുറൈശികൾ ചിന്തിക്കുന്നതിന്റെ മുമ്പ് തന്നെ അബൂ ലഹബ് റസൂലിനെ ആക്രമിക്കാൻ, ഉപദ്രവിക്കാൻ തുടങ്ങിയിരുന്നു. വഖദ് അസ്ലഫ്നാ മാ ഫഅല ബിൻ നബി ഫി മജ്ലിസി ബനി ഹാഷിം. ബനു ഹാഷിമിന്റെ സദസ്സിൽ വെച്ചും സഫാ പർവ്വതത്തിന്റെ അവിടുത്തെ ദഅവത്തിലൊക്കെ അബൂ ലഹബ് ചെയ്ത് നമ്മൾ മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. വകാന അബൂ ലഹബിൻ ഖദ് സവ്വജ വലദൈഹി ഉത്ബത വ ഉതൈബത ബിബിൻതി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റുഖയ്യത വ ഉമ്മി കുൽഥൂമിൻ ഖബൽ ബിഅത്ത്. റസൂലിന് നബുവത്ത് കിട്ടുന്നതിന്റെ മുമ്പ് അബൂ ലഹബ് അവന്റെ രണ്ട് മക്കളായ ഉതൈബ എന്ന് പറയുന്ന രണ്ട് ആൺമക്കൾക്കും പ്രവാചകന്റെ രണ്ട് പെൺമക്കളായ റുഖയ്യ, ഉമ്മു കൽസൂമിനെ വിവാഹം കഴിച്ചു കൊടുത്തിരുന്നു. വിവാഹബന്ധം ഉണ്ടായിരുന്നു നബുവത്തിന് മുമ്പ്, കുടുംബത്തിൽപ്പെട്ടതിനെ. അങ്ങനെ ഫലമ്മാ കാനത്തിൽ ബിഅ്സതു, പ്രവാചകത്വം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബുവത്ത് കിട്ടിയതിന്റെ ശേഷം ശത്രുത കാരണം അമറഹുമാ ബിതത്വലീഖിഹിമാ ബിഉനുഫിൻ വശിദ്ദത്തിൻ, ഗൗരവമായിട്ട് നിർബന്ധിച്ച് ഈ രണ്ട് മക്കളോടും ആ പെൺമക്കളെ, ആ ഭാര്യമാരെ വിവാഹമോചനം ചെയ്യാൻ വേണ്ടി അബൂ ലഹബ് കൽപ്പിച്ചു. അങ്ങനെ ആ രണ്ട് മക്കളും റസൂലിന്റെ ഈ രണ്ട് പെൺമക്കളെ റുഖയ്യ, ഉമ്മു കുൽസും റളിയല്ലാഹു അൻഹുമ അവരെ വിവാഹമോചനം നടത്തി. പിന്നീട് ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ഒരാളെ വിവാഹം കഴിച്ചു. അവരുടെ മരണത്തിന്റെ ശേഷം മറ്റവരെയും വിവാഹം കഴിച്ചു. എനിക്ക് ഇനി ഒരു പെൺമകളുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഉസ്മാൻ വിവാഹം കഴിച്ചു കൊടുക്കുമായിരുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂല് പറയുകയും ചെയ്തു. ദുന്നൂറൈൻ എന്ന് പറയുന്ന രണ്ട് പ്രകാശം അത് കരസ്ഥമാക്കിയ ആള് എന്നുള്ള പേരിന് അദ്ദേഹം ആദരണീയനായി ബഹുമാനാവുകയും ചെയ്തു. ദുഷ്ടനായ ഈ മനുഷ്യൻ അബൂ ലഹബ് അവന്റെ മക്കളെ പരാജയത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ വലമ്മാമാത്ത അബ്ദുള്ള, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രണ്ടാമത്തെ ആൺകുട്ടിയായ അബ്ദുള്ള എന്ന് പറയുന്ന കുട്ടി മരിച്ചപ്പോ ഇസ്തബ്ശറ അബൂ ലഹബിൻ വല്ലാതെ സന്തോഷമായി. വദഹബ ഇലൽ മുശ്രിക്കീന യുബശ്ശിറുഹും, മുശ്രിക്കീങ്ങൾക്ക് സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ട് പോയിട്ട് പറഞ്ഞു ബി അന്ന മുഹമ്മദൻ സ്വാറ അബ്തർ, മുഹമ്മദ് കുറ്റിയാറ്റവനായി
ഇനി അവന് മക്കളുണ്ടാകൂല, അവൻ്റെ പരമ്പര അത് മുറിഞ്ഞു പോകുന്ന ആളാണ്. അല്ലാഹുമ്മ ലക്കൽ ഹംദ. ആ റസൂലിൻ്റെ പരമ്പര ഇന്നും ഖിയാമത്ത് നാൾ വരെ പടർന്ന് പന്തലിച്ചു നിൽക്കുന്നു. ആ റസൂൽ ഇന്ന ഷാനിഅക ഹുവൽ അബ്തർ. ആ പ്രവാചകനോട് ശത്രുത വെച്ച് പുലർത്തിയവൻ, അവൻ കുടുംബവും കുറ്റിയും അറ്റവനായി, നിന്ദ്യനും നീചനായി, അവൻ്റെ മക്കൾ പോലും പേരമക്കൾ പോലും അവൻ്റെ കൈ നശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലുമായി. തബ്ബത്ത് അബീ ലഹബിൻ വത്തബ്. ചെറിയ കുട്ടികൾ പോലും ഖുർആൻ പഠിക്കാൻ ഹിഫ്ളാക്കാൻ തുടങ്ങുന്ന ആദ്യ സമയത്ത് ആ ദുഷ്ടനായ ആ നീചനായ മനുഷ്യൻ്റെ പേരിൽ ശാപ പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ആരംഭിക്കുന്ന അവസ്ഥയിലുമായി. വഖദ് അസ്ലഫന, മുമ്പ് കഴിഞ്ഞ് നമ്മൾ പറഞ്ഞു, അന്ന അബാ ലഹബിൻ കാന യഹൂൽ യജൂലു ഖൽഫ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ കല്ലുകൾ കൊണ്ട് എറിഞ്ഞുകൊണ്ടും വിമർശിച്ചുകൊണ്ടും അവൻ ഭ്രാന്തനാണ്, അവൻ കുടുംബത്തിൽ തകർച്ചയുണ്ടാക്കിയ ആളാണ് എന്ന് പറഞ്ഞ് വിമർശിച്ചുകൊണ്ട് പ്രവാചകന്റെ കൂടെ നടക്കുമായിരുന്നു അബൂ ലഹബ്. ഹജ്ജിന്റെ സമയത്തും അങ്ങാടികളിലൊക്കെ പ്രവാചകനെ കളവാക്കിക്കൊണ്ട് വിമർശിച്ചുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ട്. താരിഖ് ബിൻ അബ്ദുല്ലാഹിൽ മുഹാരിബി റഹിമഹുല്ല പറഞ്ഞു, അന്നഹു കാന ലാ യഖ്തസിറു അല തക്ദീബി ബൽ കാന യദ്രിബുഹു ബിൽ ഹജരി ഹത്താ യുദ്മിയ അഖ്ബാ. പ്രവാചകന്റെ മടമ്പും കാലിൽ ചോര പൊടിയുന്നത് വരെ, ചോര ഒലിക്കുന്നത് വരെ കല്ലെടുത്തെറിയലുണ്ടായിരുന്നു ഈ അബൂ ലഹബ്. പിതൃവ്യനാണ്. മറ്റു നാട്ടുകാരോ ആളുകളോ കണ്ടാൽ പിതാവിന്റെ സ്ഥാനത്തുള്ള ആളാണ്. ഈ അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ എന്ന് പറയുന്ന സ്ത്രീ ഉണ്ടായിരുന്നു. അർവ എന്നായിരുന്നു അവരുടെ പേര്. ബിന്തു ഹർബ് ബിൻ ഉമയ്യ. ഹർബ് ബിൻ ഉമയ്യയുടെ മകളാണ്. അബൂ സുഫിയാന്റെ സഹോദരിയാണ്. അബൂ സുഫിയാൻ ബിൻ ഹർബ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ സഹോദരിയായിരുന്നു. ഈ അർവ എന്ന് പറയുന്ന പെണ്ണ്, അവരായിരുന്നു അബൂ ലഹബിന്റെ ഭാര്യ ഉമ്മു ജമീൽ. ലാ തഖില്ലു അൻ സൗജിഹാ ഫി അദാവത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രവാചകനോടുള്ള ശത്രുതയുടെ കാര്യത്തിൽ ഭർത്താവിനിലേറെ ഒരു കുറവും വരുത്താത്ത സ്ത്രീയായിരുന്നു. ഫക്കാനത്ത് തഹ്മിലു ഷൗക. മുള്ളിന്റെ കെട്ടുകളും മറ്റും അവർ ചുമന്നു കൊണ്ടുവന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടക്കുന്ന വഴിയിലും രാത്രി സമയത്ത് അവിടുത്തെ വാതിൽക്കലൊക്കെ മുറ്റത്തൊക്കെ കൊണ്ടുവന്നിടുമായിരുന്നു ഈ സ്ത്രീ. വക്കാനത്ത് ഇമ്രഅത്തൻ സലീതത്തൻ, നല്ല വാചാടിയായ സ്ത്രീയായിരുന്നു. തബസുത്തു ഫീഹി ലിസാനോ. അവരുടെ നാവ് കൊണ്ട് പ്രവാചകനെ വല്ലാതെ പ്രയാസപ്പെടുത്തുമായിരുന്നു. വളരെ വാഴാടിയായ സ്ത്രീയായിരുന്നു. വതുതീലു അലൈഹിൽ ഇഫ്ത. പല ആരോപണങ്ങളും കാര്യങ്ങളുമൊക്കെ പറയുമായിരുന്നു. വതു അജ്ജു നാറൽ ഫിത്ന. പല കുഴപ്പങ്ങളും പ്രവാചകന് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നത് അത് കത്തിക്കുന്ന സ്ത്രീയായിരുന്നു. അടുത്ത വീടുമായിരുന്നു, അയൽവാസികളായിട്ടുള്ള വീട്ടുകാരായിരുന്നു എന്ന്. വതുസീറു ഹർബൻ ഷവാ അലൻ നബി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ വളരെ പ്രയാസകരമായ നിലക്കുള്ള ഉപദ്രവങ്ങളും യുദ്ധങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരുമായിട്ടുള്ള പ്രയാസങ്ങളും കാര്യങ്ങളും അവർ ഇളക്കി വിടുന്നവരായ സ്ത്രീയായിരുന്നു. വലിദാലിക വസഫഹൽ ഖുർആൻ ബി ഹമ്മാലത്തിൽ ഹതബ്. ഹമ്മാലത്തുൽ ഹതബ് എന്ന് അവളെ വിശേഷിപ്പിച്ചത് അങ്ങനെയാണ്. അഥവാ സമൂഹത്തിന്റെ ഇടയിൽ തീ കത്തിക്കുന്ന, കുഴപ്പങ്ങൾ കത്തിക്കുന്ന, പ്രയാസങ്ങൾ ഉണ്ടാക്കുന്ന സ്ത്രീ എന്നുള്ള നിലക്കാണ്. അല്ല, മറ്റൊരു തഫ്സീറിൽ വിറകിന്റെ കെട്ടുകൾ ചുമക്കുന്ന സ്ത്രീയായിരുന്നു. ആ വിറകിന്റെ കെട്ടുകൾ കെട്ടാനുള്ള കയർ അവിടെ കഴുത്തിൽ ചുറ്റിയിരുന്നു എന്നൊക്കെ തഫ്സീറുകൾ പറയുന്നുണ്ട്. വലമ്മാ സമിഅത് മാ നസല ഫീഹാ വഫീ സൗജിഹാ മിനൽ ഖുർആൻ. ഈ പറയുന്ന മസദി എന്ന് പറയുന്ന സൂറത്ത് അവളെയും അവരുടെ ഭർത്താവിനെയും ആക്ഷേപിച്ചുകൊണ്ട് ഇറങ്ങിയത് അവൾക്ക് വിവരം കിട്ടിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ആ സ്ത്രീ വന്നു. വഹുവ ജാലിസുൻ ഫിൽ മസ്ജിദി ഇൻദൽ കാബ. കാബ ഷരീഫിന്റെ അടുത്ത് മസ്ജിദുൽ ഹറാമിൽ പ്രവാചകൻ ഇരിക്കുകയാണ്. കൂടെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അവിടെ കയ്യിൽ ഒരു പിടി ചരക്കല്ലും ഉണ്ട്. അതുകൊണ്ടാണ് വന്നത്. അങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് അഖദല്ലാഹു ബി ബസരിഹാ അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവിടെ ഇരിക്കുന്നത് കാണാൻ കഴിഞ്ഞില്ല. അള്ളാഹു മറയിട്ടു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മാത്രമാണ് അവൾ കണ്ടത്. അപ്പൊ ചോദിച്ചു, യാ അബാ ബക്കർ അയ്ന സാഹിബുക. അബൂബക്കറിന്റെ കൂട്ടുകാരൻ എവിടെ? അവിടെ എൻ്റെ അടുത്തിരിക്കണ്ട്. ഖദ് ബലഗനി അന്നഹു യഹ്ജൂനി. അവൻ എന്നെ വല്ലാതെ വിമർശിക്കുന്നുണ്ട് എന്നുള്ള വിവരം കിട്ടിയിരിക്കണു എന്ന് പറഞ്ഞു. വല്ലാഹി ലോ വജത്തുഹു ലളറബതു ബിഹാദൽ ഫിഹ്രി ഫാഹു. ഞാനെങ്ങനെ അവനെ കാണാണെങ്കിൽ ഈ ഒരു ചരക്കല്ലിന്റെ ഒരു പിടി അവന്റെ വായിൽ ഞാൻ അടച്ച് നടക്കുമായിരുന്നു എന്ന്. അമ്മാ വല്ലാഹി ഇന്നി ലശായിറ. ഞാൻ നല്ല കവിത പറയാൻ കഴിവുള്ള ഒരു സ്ത്രീയാണ് ഞാൻ എന്ന് പറഞ്ഞിട്ട് ആ സ്ത്രീ പറഞ്ഞു, മുദമ്മമൻ അസൈന വ അംറഹു അബൈന വദീനഹു ഖലബ്ന എന്ന് അവൾ ഒരു പദ്യം അവിടെ നിന്ന് പറഞ്ഞു. മുഹമ്മദ് എന്ന് പറയുന്ന വാക്കിനെ ആക്ഷേപിച്ച് വിമർശിച്ച് മുദമ്മമ എന്ന്. മുഹമ്മദ് സ്തുതിക്കപ്പെട്ടവർ, സ്തുതിയാറായവർ. മുദമ്മമ എന്ന ആക്ഷേപാർഹനായ വ്യക്തിയെ അവന് ഞങ്ങൾ എതിര് ചെയ്തു. അവൻ്റെ കാര്യങ്ങൾ ഞങ്ങളത് വിസമ്മതിച്ചു സ്വീകരിക്കൂല. അവൻ്റെ ദീനെ ഞങ്ങൾ അത് ഒഴിവാക്കിയിട്ടുണ്ട് എന്ന് പറയുന്ന അർത്ഥത്തിലുള്ള ഒരു പദ്യം അവിടുന്ന് പറഞ്ഞിട്ട് പാട്ട് പാടിയിട്ട് മൻസറഫത്ത് ആ സ്ത്രീ അവിടുന്ന് പോയി. അപ്പൊ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അമാ തറാഹാ റഅത്ക. ആ സ്ത്രീ നിങ്ങൾ കണ്ടില്ലേ റസൂലേ? അവൾ നിങ്ങൾ കണ്ടില്ലേ? അവൾ ഇങ്ങനെ ചോദിക്കാൻ. അപ്പൊ പ്രവാചകൻ പറഞ്ഞു, മാ റഅത്നി. അവൾ എന്നെ കണ്ടിട്ടില്ല. ലഖദ് അഖദല്ലാഹു ബിബസരിഹാ അന്നി. എന്നിൽ നിന്ന് അല്ലാഹു തആല അവളുടെ കാഴ്ചനെ പിടിച്ചു കൊണ്ടുപോയി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു. വസറഫല്ലാഹു ബിഹാ ശത്മഹും അൻഹു. തയ്യിബ്.
എന്ന് പറഞ്ഞു. وروى أبو بكر البزار هذه القصة وفيها أنها لما وقفت على أبي بكر أبو بكر الصديق رضي الله عنه അടുത്ത് വന്നപ്പോൾ അവൾ പറഞ്ഞു, യാ അബൂബക്കർ, ഹജാന നിന്റെ കൂട്ടുകാരൻ നമ്മളെ വല്ലാതെ വിമർശിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു വറബ്ബി ഹാദിഹിൽ ബാ, ഈ കാബ ഷരീഫിന്റെ റബ്ബാണ് സത്യം, അങ്ങനെ ആളെ ആക്ഷേപിക്കുന്ന ആളല്ല എൻ്റെ കൂട്ടുകാരൻ. അദ്ദേഹം കവിത പറയൂല, അദ്ദേഹം മറ്റുള്ള ആളുകളെ ആക്ഷേപിച്ചുകൊണ്ട് എന്തേലും പറയൂല എന്ന് പറഞ്ഞു. അപ്പോൾ ഫക്കാലത്ത് ആ സ്ത്രീ ഇന്നക ലമുസദ്ദിഖ്, ശരിയാണ്, ഇത് സത്യം പറഞ്ഞ ആളാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് പിരിഞ്ഞു പോയി. കാന അബൂ ലഹബിൻ യഫ്അലു കുല്ല ദാലിക വഹുവ അമ്മു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അയൽവാസിയായിരുന്നു, പിതൃവിനായിരുന്നു. ഇതുപോലത്തെ ഉപദ്രവം ആ മനുഷ്യൻ ചെയ്യുമായിരുന്നു. കാന ബൈത്തുഹു മുൽസഖം ബൈത്തി, പ്രവാചകന്റെ വീടിനോട് ചേർന്നായിരുന്നു. കമാ കാന ഗൈറുഹു മിൻ ജിഹ, മറ്റുള്ള അയൽവാസികൾ ചില ആളുകൾ മുശ്രിക്കീങ്ങൾ പ്രവാചകൻ ഇതുപോലെ പ്രയാസപ്പെടുന്നവരുണ്ടായിരുന്നു. ഷെയ്ഖ് റഹ്മഹുല്ല പ്രവാചകൻ ഉപദ്രവിക്കുന്ന പ്രത്യേകിച്ച് അടുത്ത വീട്ടുകാരായ ചില ആളുകളെക്കുറിച്ച് പറയുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത സദസ്സിൽ നമുക്ക് ആ ഭാഗങ്ങളും അതിനോട് തുടർന്നുള്ള ഭാഗങ്ങളും പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ പ്രവാചകന്റെ സുന്നത്തിലായി ജീവിച്ച് മരിക്കാനും ആ പ്രവാചകനോടുള്ള അതിയായ സ്വന്തം ശരീരങ്ങളിലേറെയുള്ള സ്നേഹം വെച്ച് പുലർത്താനും നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. ഹദാ വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബിയിനാ മുഹമ്മദിൻ വ ആലിഹി.